കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കത്തി നിൽക്കുന്ന മുതലാണ് എൻ്റെ പുറകിലുള്ളത് നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസ്. അപ്പോൾ നമ്മളിന്ന് അമൃത് ഭാരത് എക്സ്പ്രസ്സിന് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിന് കിട്ടുന്ന 3 അമൃത് ഭാരത് എക്സ്പ്രസ്സിൽ ആദ്യത്തേന്ന് വേണം ഇത് പറയാം. മംഗലാപുരം നാഗർകോവിൽ അമൃത് ഭാരത് എക്സ്പ്രസ്സിൻ്റെ ഫസ്റ്റ് റെഗുലർ റണ്ണിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വണ്ടി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഫുള്ള് ട്രെൻഡിങ് ആണ്. ട്രെൻഡിങ് വെച്ച് എവിടെ നോക്കിയാലും ഈ വണ്ടിയെപ്പറ്റി കാണുന്നുണ്ട്. പടങ്ങളായാലും വീഡിയോ ആണെങ്കിലും ഫുൾ ഇതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ റെഗുലർ റൺ തുടങ്ങിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റെഗുലർ റണ്ണിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ട്രെയിൻ നമ്പർ 16330 എന്നാണ് ഈ ഒരു വണ്ടിയുടെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോ കാണാൻ പോകുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസ് ഇവിടെ നിന്ന് വിടുന്നത് രാവിലെ 8 മണിക്കാണ്. ഇവിടെ ഇപ്പോൾ സമയം രാവിലെ 7 മണിയായി. എതിരായിട്ടും വെട്ടം പോലും മര്യാദയ്ക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ട്രെയിൻ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ. അപ്പോൾ ഈ ട്രെയിൻ എന്ന് പറയുന്നത് പുഷ് പുൾ ട്രെയിനാണ്. അതായത് മുന്നിലും ബാക്കിലും ലോക്ക് വെച്ചിട്ട് പോകുന്ന ഒരു ട്രെയിനാണ് പുഷ് പുൾ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുന്നിൽ ഇതേപോലത്തെ ഒരു WP5 ലോക്കമാണിത്. മുന്നിൽ ഒരു WP5 കാണും, പുറകിലും ഒരു WP5 കാണും. അപ്പോൾ രണ്ടും കാണിക്കാം. അപ്പോൾ ഈ സംഭവം എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇത് പുഷ് പുള്ളാണ്. അതായത് മുന്നിലത്തെ ബാക്കിലെയും ലോക്കോ തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് മുന്നിൽ നിന്ന് പവർ കൊടുക്കുന്നതനുസരിച്ച് പുറകിലും ആ സെയിം പവർ തന്നെ കൊടുത്ത് പുഷ് പുൾ, അതായത് മുന്നിൽ നിന്ന് വലിക്കും പുറകിന് തള്ളും. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നല്ല പവർ ഉള്ളതുകൊണ്ട് ഈ സാധനം വേഗം കുതിച്ച് പായും. അതാണ് മെയിൻ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അമൃത് ഭാരത് എക്സ്പ്രസ്സിൻ്റെ. ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമ്മുടെ വന്ദേ ഭാരതമൊക്കെ പോലെ തന്നെ ഇരിക്കും. നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ കറക്റ്റ് വന്ദേ ഭാരത് പോലെ ഇരിക്കും. പക്ഷേ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകുന്നത് പുറകിൽ ജനറൽ കോച്ച്, സ്ലീപ്പർ കോച്ച് മാത്രമേ ഉള്ളൂ. ഇത് വന്ദേ ഭാരതല്ല. അപ്പോൾ ഈ WP5 ലോക്കോ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ പഴയ WP5 ലോക്കോ എടുത്തിട്ട് അവർ റീബിൽഡ് ചെയ്താണ് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റുന്നത് കേട്ടോ. ഈ ഒരു അമൃത് ഭാരത് ടൈപ്പിലേക്ക് മാറ്റുന്നത്. ഇത് പഴയ ഈ ഒരു ലോക്കോയുടെ പഴയ പഠനം ഇപ്പോൾ കാണിച്ചു തരാം. ആ ഒരു ബോഡി മാറ്റിയിട്ട് റീബിൽഡ് ചെയ്തെടുത്തിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഇവർ ആഡ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു അമൃത് ഭാരത് ടൈപ്പിലേക്ക് ഇവർ കൺവേർട്ട് ചെയ്തെടുത്ത ലോക്കോ ആണ്. ഈ അമൃത് ഭാരത് ലോക്കോസ് എല്ലാം ഇതുപോലെ തന്നെയാണ്. ആകെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇവർ അതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ WP5. ഇത് വഡോദര ഷെഡിൻ്റെ ലോക്കോ ആണ്. അപ്പോൾ ഇത് മിക്കവാറും വഡോദര ഷെഡിൽ നിന്ന് ട്രാൻസ്ഫറായി മിക്കവാറും ഈറോഡിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈറോഡല്ല റോയപുരം. അപ്പോൾ ഇപ്പോൾ ഇത് വഡോദരയുടെ ലോക്കോ ആണ്. 389 എന്നാണ് ഈ ഒരു ലോക്കോയുടെ നമ്പർ. CLW എന്ന് പറയുന്ന ഈ ലോക്കോ ഉണ്ടാക്കിയ ഫാക്ടറിയുടെ പേരാട്ടോ. CLW, ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ്. ഈ ലോക്കോയുടെ ഒരു പ്രത്യേകത കണ്ടോ, നല്ല ഭയങ്കര വിസിബിലിറ്റിയാണ് ഇത് ഓടിക്കുന്ന ലോക്കോ പൈലറ്റ്സിന്. ഇതുകൊണ്ടോ നല്ല വലിയൊരു വിൻഷീൽഡ് അവർക്ക് സുഖമായിട്ട് കാണാം. സാധാരണ ലോക്കോ എന്ന് പറയുമ്പോൾ നടുക്കൊരു സെപ്പറേഷൻ കാണുമല്ലോ, പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് നല്ല സുഖമായിട്ട് കാണാൻ പറ്റും. നല്ല വലിയ വൈപ്പർ, നമ്മുടെ കാറിലെ പോലെ തന്നെ വലിയ വിൻഷീൽഡാണ്. നല്ല അടിപൊളിയായിട്ട് കാണാം. അവിടെ മുകളിലാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ വരുന്നത്. മുകളിൽ കാണുന്ന ഹോണ്, പിന്നെ ഫ്ലാഷർ ലൈറ്റ്, പിന്നെ അത് AC-യുടെ യൂണിറ്റാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ലോക്കോയുടെ പ്രത്യേകതകൾ കണ്ടോ. എനിക്ക് അടിപൊളി നല്ല വിസിബിലിറ്റിയാണ് ഇത് ഓടിക്കുന്ന ലോക്കോ പൈലറ്റ്സിന്. ഈ ലോക്കോയുടെ ഈ ഫ്രണ്ട് സൈഡ് മാത്രമുള്ള ഇങ്ങനെ ഒരു എയറോഡൈനാമിക് ഡിസൈനുള്ളത്. ഇതിൻ്റെ ബാക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബാക്ക് കോമഡിയാണ്. ഇതുണ്ടോ, വഡോദര ഷെഡിന് ലോക്കോ ആണ് കേട്ടോ. വഡോദര എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഫുൾ കളർ ഇതായിട്ട് ഇതേപോലെ ഒരു ഓറഞ്ചും ഗ്രേയും കൂടെ ചേർന്ന ഒരു കളറാണ് കേട്ടോ. ഇത് ഫുൾ ഇതിൻ്റെ റേക്കും ഇതിൻ്റെ ലോക്കോ എല്ലാം സെയിം കളർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ഇത് ഫ്രണ്ട് കണ്ടാൽ വന്ദേ ഭാരതൊക്കെ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കിലത്തെ വശം കേട്ടോ. നമ്മുടെ ഈ WAG7, ഈ WAM4 എന്നൊക്കെ പറഞ്ഞ ലോക്കോയുടെ ആ ഒരു ഫേസ് ഉണ്ടല്ലോ, അതേപോലെ ഒരു ഫ്ലാറ്റ് ഫേസ് ആണ് ഈ ഒരു ഭാഗത്ത് കിടന്നുണ്ടോ. ഇങ്ങനെ പരന്നിരിക്കുന്ന ഈ ഒരു ഭാഷ എനിക്ക് മുന്നേ വന്നാൽ നല്ല കോമഡി ആയിരിക്കും. അപ്പോൾ ഇത് ലോക്കോയും റേക്കും ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന HOG പോർട്ടാണ് കാണുന്നത് കേട്ടോ. എനിക്ക് ഈ നമ്മുടെ മോളിൽ നിന്ന് കറണ്ട് എടുത്തിട്ട് ഡയറക്റ്റ് കോച്ചിലേക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഹെഡ് ഓൺ ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്തിരിക്കുന്ന കാണുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഈ ഒരു വണ്ടിക്ക് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ലോക്കോ റിവേഴ്സൽ ആവശ്യമില്ല. അതായത് മുന്നിലും ബാക്കിലും ലോക്കോ ഉള്ളതുകൊണ്ട് ലോക്കോ പുറകിൽ പോയിട്ട് തിരിച്ച് മുന്നിൽ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസ്സിൻ്റെ നെയിം ബോർഡാണ് കാണുന്നത് കേട്ടോ. 4 ഭാഷ എഴുതിയിട്ടുണ്ട്. തമിഴിൽ, ഇംഗ്ലീഷിൽ, മലയാളത്തിൽ, ഹിന്ദിയിൽ 4 ഭാഷ എഴുതിയിട്ടുണ്ട്. ഇവിടെ CDO NCJ എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടോ. അതായത് നാഗർകോവിൽ കോച്ചിൻ ഡിപ്പോയിൽ ഇത് മെയിൻ്റനൻസ് ചെയ്യുന്ന വണ്ടിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ നമ്പർ നിങ്ങൾ കണ്ടോ, അമൃത് ഭാരത് എക്സ്പ്രസ് നാഗർകോവിൽ നിന്ന് മംഗലാപുരം വരെ 16329 എന്നാണ് ഈ വണ്ടിയുടെ നമ്പർ. മംഗലാപുരത്ത് നിന്ന് നാഗർകോവിൽ വരെ 16330. ഈ 16329ഉം 16330ഉം പണ്ടത്തെ മലബാർ എക്സ്പ്രസിൻ്റെ നമ്പറാണ്.
63296330. പണ്ട് മലബാർ എക്സ്പ്രസ്സിന് ആ നമ്പറായിരുന്നു. ഇപ്പം മാറിയാണ് 16629 16630 ആയത്. അപ്പോൾ പണ്ടത്തെ മലബാർ എക്സ്പ്രസ്സിൻ്റെ നമ്പറും വെച്ചാണ് ഇപ്പോൾ നമ്മുടെ അമൃത് ഭാരത് സർവീസ് നടത്തുന്നത്. നമ്മളെ വീഡിയോ ഇവിടെ എടുത്തുകൊണ്ടിരിക്കാൻ നേരത്ത് അപ്പുറത്ത് നമ്മുടെ ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ് കണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. WDP 4D ലോഗോ വെച്ചിട്ട് നമ്മളത് ഗൗനിക്കുന്നില്ല, കാരണം നമ്മുടെ മെയിൻ ആയിട്ട് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ അമൃത് ഭാരതിൻ്റെ ഫസ്റ്റ് കോച്ച് എന്ന് പറയുന്നത് മറ്റേ ലഗേജ് ആൻഡ് ബ്രേക്ക് കാർ, പിന്നെ ഡിസേബിൾഡ് ആൾക്കാർക്ക് ഇരിക്കാനുള്ളൊരു പോർഷൻ, പിന്നെ കുറച്ച് ജനറൽ ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കോച്ച് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നിന്ന് എല്ലാം ജനറലാണ്. ഇതിന് 11 ജനറൽ ക്ലാസ് ഉണ്ട് ഈ വണ്ടിക്ക്. ഇവിടെ ഈ ജനറേറ്റർക്കാരുടെ സൗണ്ട് കാരണമാണ് എനിക്ക് ഉറക്കം മിന്നേണ്ട ഒരു അവസ്ഥ വരുന്നത് കേട്ടോ. ഈ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടില്ല. 11 ജനറൽ ക്ലാസ്, പിന്നെ 8 സ്ലീപ്പർ കോച്ച്, ഇത്രയാണ് വരുന്നത്. 8 സ്ലീപ്പർ, 11 ജനറൽ. ഇത് തുറന്നിരിക്കുവാന്ന് തോന്നുന്നു. തുറന്നിരിക്കുകയാണ്. നമുക്കിതിൻ്റെ അകത്തത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. എന്താ അടിപൊളി, എനിക്ക് സെറ്റ് പോലെ സെറ്റ് അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ ജനറൽ കോച്ച് എന്ന് പറയുന്നത്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇതേപോലെ മറ്റേ ദീനദയാലു ടൈപ്പ് കോച്ചാണ്, അതായത് ബർത്തുള്ള ടൈപ്പ് കോച്ചാണ്. ഇവിടെ ബർത്ത് ഉണ്ട്, അതായത് നമ്മുടെ സ്ലീപ്പർ പോലെ ബർത്ത് ഉണ്ട്. ഇപ്പോൾ എല്ലാ ജനറൽ കോച്ചിലും ഇതേപോലെ ബർത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതേപോലെ മൊബൈൽ ഹോൾഡർ നമുക്ക് കാണാം. 4 മൊബൈൽ ഹോൾഡർ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ചാർജിങ് പോയിന്റ് തന്നെ പലതരമുണ്ട്. USB-C ഉണ്ട്, USB ഉണ്ട്, പിന്നെ നമ്മുടെ 3 പിൻ ഉണ്ട്. ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സീറ്റ്. ഇതെന്തോ ഇത് കറയൊക്കെ വൃത്തിയാക്കിയില്ലേ, ആരാണ്ട് ചായ കമത്തിയാന്ന് തോന്നുന്നു. നോക്ക് എന്തോ പരിപാടിയൊക്കെ നോക്കി കൊള്ളാം. ഇത് എന്തോ ചായ കമെന്നാണ് കണ്ടറിയാം, ചായയുടെ കറയാണ് കേട്ടോ. സീറ്റൊക്കെ നല്ല കുഷനാണ്, അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു കളർ, ഈ എല്ലാ ബർത്തിൻ്റെയും കളർന്ന് വല്ല സീറ്റിൻ്റെ കളർന്ന് പറയുന്നത് ഈ ഒരു യെല്ലോയും പിന്നെ ഗ്രേയും കൂടെ ചേർത്തിട്ട് ഒരു കളറായിരിക്കും കണ്ടോ, അടിപൊളിയല്ലേ. ഇതാണ് സൈഡിലത്തെ സീറ്റ് കണ്ടോ, സൈഡിലത്തെ സീറ്റും കൊള്ളാം, നൈസ്. ഇനി ഇതിൻ്റെ വാഷ്റൂം കാണിച്ചു തരാം. ഇതേപോലെ മുന്നിൽ തന്നെ വരുമ്പോൾ ഇവിടെ ഒരു 2 ഡസ്റ്റ്ബിൻ കൊടുത്തിട്ടുണ്ട് വിത്ത് ഗാർബേജ് ബാഗ്, നോക്കി അടിപൊളി. പിന്നെ നല്ല അടിപൊളി വാഷ് ബേസിൻ, പിന്നെ വെസ്റ്റേൺ സ്റ്റൈൽ വാഷ്റൂം ഉണ്ട്, ഇന്ത്യനും ഉണ്ട്. ഇതാണ് വെസ്റ്റേൺ സ്റ്റൈൽ വാഷ്റൂം, നോക്കി അടിപൊളി. നോക്കൂ വീട്ടിൽ നല്ല വൃത്തിയുണ്ട്, അടിപൊളിയാക്കി അവർ കഴുകി വെച്ചിട്ടുണ്ട്. താഴെ മാറ്റ് ഉണ്ട് കേട്ടോ, ആ മാറ്റാണ് ഏറ്റവും വലിയ ഉപകാരം. നല്ല അടിപൊളി വാഷ്റൂം. ഇത് നമ്മുടെ ആൾക്കാർ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും, നശിപ്പിച്ചിട്ടാൽ അവിടെ കിടക്കും, അത്രേ ഉള്ളൂ. ഹാൻഡ് വാഷ് വരുന്ന സംഭവമുണ്ട്. പിന്നെ നല്ല ക്ലീൻ വാഷ് ബേസിനാണ്, സൂപ്പർ അല്ലേ, നല്ല ക്ലീൻ ഗ്ലാസും. ഇപ്പുറത്തുള്ളത് ഇന്ത്യൻ സ്റ്റൈലാണ്. ഇപ്പോഴത്തെ ജനറൽ കോച്ചിലല്ല, ഇതേപോലെ വെസ്റ്റേൺ സ്റ്റൈൽ ഇന്ത്യൻ സ്റ്റൈലും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ സ്റ്റൈൽ, ഇത് നല്ല ക്ലീനാണ്. പിന്നെ ഡോറിൻ്റെ ഈ ഒരു ഡിസൈൻ തന്നെ അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇതൊക്കെ നമ്മുടെ ആൾക്കാരായിട്ട് കുറച്ചെങ്കിലും വൃത്തി കാണും. പക്ഷേ ഇത് ബീഹാർ വണ്ടികളൊക്കെ പോകുന്ന അമൃത് ഭാരതി കയറി നോക്കണം, ഭയങ്കര ശോകമായിരിക്കും. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ വന്ദേ ഭാരതി കാണുന്ന പോലെ മറ്റേ എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റ് ഉണ്ട്, അതായത് എന്തെങ്കിലുമൊക്കെ എമർജൻസി ഉണ്ടെങ്കിൽ ലോക്കോ പൈലിനോട് മിണ്ടാൻ പറ്റുന്ന ഒരു സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റ്, പിന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റ്. LED ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് അവിടെ കാണിച്ചു തരാം. LED ഡിസ്പ്ലേ ഇരിക്കും. അവിടെ സ്റ്റോപ്പ്, അടുത്ത സ്റ്റോപ്പ് പിന്നെ അതൊക്കെ പറഞ്ഞ് കാണിക്കുമെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. പിന്നെ CCTV ഉണ്ട്, എല്ലായിടത്തും CCTV ഉണ്ട്, 2 സൈഡിൽ CCTV ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലൈറ്റ് കണ്ടോ, മറ്റേ LED സ്ട്രിപ്പ് പോലത്തെ അങ്ങനത്തെ ലൈറ്റാണ് കേട്ടോ. ഇത് ഓഫ് ചെയ്യുമ്പോൾ കാണിച്ചത് ഇതെങ്ങനെ വരുന്നതെന്ന്. ഇതിൻ്റെ ഇവിടെ ഓഫ് ചെയ്യുന്നത്, ഇത് ഓഫ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ചൊന്നും ഇല്ല, അതെന്തായാലും കൊള്ളാം. പിന്നെ ഈ സൈഡിലത്തെ ഇതിലും ഇതേപോലെ തന്നെ മൊബൈൽ ഹോൾഡറും, പിന്നെ USB-C, USB-A, പിന്നെ ഇത് മറ്റേ 3 പിന്നെ എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും മൊബൈൽ ഹോൾഡർ ഉണ്ട്, പക്ഷേ മൊബൈൽ അവിടെ വെച്ചിട്ട് ആരും എങ്ങും പോകരുത്, അടിച്ചുകൊണ്ട് പോകും മൊബൈൽ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലാ ജനറൽ കോച്ചിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അപ്പുറത്തെ ജനറൽ കോച്ച് സെയിം തന്നെയാണ്. പിന്നെ ഈ 2 കോച്ചുകളും തമ്മിൽ ഇതിൻ്റെ സംഭവം കാണാം, ഇത് ട്രെയിൻ സെറ്റാണ്. അതായത് നമ്മൾ സാധാരണ LHB കോച്ചുകളാകുന്ന പോലെ കോച്ചായിട്ട് ഇങ്ങനെ സെപ്പറേഷൻ അല്ല, ഇത് ഒരു സെറ്റായിട്ടാണ് വരുന്നത്, ഒരു ട്രെയിൻ സെറ്റാണ്. അതുകൊണ്ട് ഇതിൻ്റെ കോച്ചുകൾ ഇളക്കി മാറ്റുന്നത് കുറച്ച് ടാസ്ക് ആയിരിക്കും. അതങ്ങനത്തെ ടൈപ്പ് കപ്ലറാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ 2 കോച്ച് തമ്മിലുള്ള കണക്ഷൻ്റെ അവിടെ ഇതേപോലെ ഒരു സംഭവം റബ്ബറിൻ്റെ എന്തൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇതിനെന്തൊരു പേര് വരും, എനിക്ക് അറിയത്തില്ല എന്താ അതിൻ്റെ പേരുന്നത്. കണ്ടോ, ഇതാണ് സംഭവം. കോച്ചെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലാണ്. 2026 ജാനുവരിയിൽ ഉണ്ടാക്കിയാണ് ഈ കോച്ചുകളെല്ലാം, ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കോച്ചിലും ഇതേപോലെ തന്നെയാണ്. ഈ ഡസ്റ്റ്ബിൻ അവർ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്, എന്തായാലും കൊള്ളാം, നല്ല ക്വാളിറ്റി സാധനമാണ്. പക്ഷേ ആൾക്കാരെ ഡസ്റ്റ്ബിന്നകത്ത് തന്നെ സാധനം ഇടണം, അല്ലെങ്കിൽ ഇവിടെ എനിക്കൊന്നും ഇത് വൃത്തിയാക്കിയിട്ടില്ലയോ എന്ന് ഡൗട്ടുണ്ട്.
ഇവിടെ അവിടെ എല്ലാം ഓരോ കച്ചറയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ജനറൽ കോച്ചിൻ്റെ പുറത്ത് വരുമ്പോഴേക്കും ഇതേപോലെ LED ട്രെയിൻ ബോർഡ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിനകത്ത് ട്രെയിൻ നമ്പർ കൊടുത്തിരിക്കുന്നത് ഇങ്ങോട്ട് വരുന്ന ട്രെയിൻ നമ്പറാണ്, മാറ്റിയിട്ടില്ല. ഇത് ഈ ഫ്ലിക്കർ ആകുന്ന എൻ്റെ ക്യാമറയുടെ ഫ്രെയിം റേറ്റിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഫ്ലിക്കർ ആകുന്നത്, അല്ലാണ്ട് ഒറിജിനലായിട്ട് ഫ്ലിക്കർ അല്ല കേട്ടോ. 16330 എന്നാണ്, പക്ഷേ 16329 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാറുമായിരിക്കും, വണ്ടി ഓടുമ്പോഴേക്കും മാറുമായിരിക്കും. ഇനി ഞാനിതിൻ്റെ സ്ലീപ്പർ ക്ലാസ് കൂടെ കാണിച്ചു തരാം. ഇതിന് 8 സ്ലീപ്പറാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്ലീപ്പർ കയറി സ്ലീപ്പറും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് S7 കോച്ചിലൊന്ന് കയറി കാണാം. നമുക്ക് 8 സ്ലീപ്പറുണ്ട് ഇതിൽ. എൻ്റെ സീറ്റ് S1ലാണ്, ഏറ്റവും ബാക്കിലാണ് കേട്ടോ. അപ്പോൾ സെയിം തന്നെ ജനറൽ കോച്ചിൽ കാണുന്ന പോലെ സെയിം ഇതേപോലെ 2 ഡസ്റ്റ്ബിൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ അഴുക്കായതാണ്, ഈ ടാപ്പിൽ എന്തോ സീനുണ്ട് കേട്ടോ. അത് അവർ മൂടിക്കെട്ടി വെച്ചേക്കുവാണ്. വെള്ളം ലീക്കായിട്ട് വെള്ളം പോകുന്നൊന്നുമില്ല. അടിപിടി തുടങ്ങുന്നതിനും ഇത് തന്നെയുള്ള അവസ്ഥ. വാഷ്റൂം സെയിം തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നല്ല ക്ലീൻ വാഷ്റൂമാണ്, നല്ല മണം ഇതിനകത്ത് കയറിയപ്പോൾ. ജനറൽ പോലെ അത്ര മണമില്ല. മറ്റേ ബാത്റൂം എയർ ഫ്രഷ്നർ ഉണ്ടല്ലോ, ആ സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇപ്പോൾ ഇവർ ക്ലീൻ ചെയ്തുള്ളൂ കേട്ടോ. താഴെയൊക്കെ തുടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് സ്ലീപ്പർ കോച്ച് കേട്ടോ, നല്ല അടിപൊളി സ്ലീപ്പർ കോച്ചാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ എക്കണോമി കോച്ചില്ലേ അതേപോലെയാണെന്ന് തോന്നുന്നു. ഏകദേശം നല്ല ഒരു കൺജസ്റ്റഡ് ഒരു ഫീലിംഗ് വരുന്നുണ്ട്. തോന്നാണോ ഒരു പിടിയില്ലാത്തത്. അപ്പോൾ ഇതാണ് സ്ലീപ്പർ കോച്ച്. ഇതേപോലെ നടുക്കത്തെ ഈ ഒരു മിഡിൽ ബർത്ത് മാത്രമേ യെല്ലോ കളറുള്ളൂ, ബാക്കിയെല്ലാം ആ ഒരു ഗ്രേ ടൈപ്പ് കളറാണ് കേട്ടോ. അത് അടിപൊളിയാണ്. എല്ലായിടത്തും ഇതേപോലെ ബോട്ടിൽ ഹോൾഡർ വെച്ചിട്ടുണ്ട് കേട്ടോ. ബോട്ടിൽ ഹോൾഡർ പിന്നെ മൊബൈൽ ചാർജ് ചെയ്തിട്ട് ഇവിടെ വെക്കാൻ വേണ്ടി മൊബൈൽ ഹോൾഡർ ഉണ്ട്. നേരത്തെ കണ്ട പോലത്തെ ചാർജിങ് പോയിന്റുകളെല്ലാം ഇവിടെ കാണാം. പിന്നെ നല്ല ക്ലീൻ ഗ്ലാസ് ആണ്. പിന്നെ ചെയിൻ വലിക്കരുത് തരും ചെയിന്. പിന്നെ ഈ ഒരു ബർത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതേൽ വേഗം അഴുക്കാവും, അതാണൊരു പ്രശ്നം. ആൾക്കാർ നശിപ്പിക്കും, അതാണ് നമ്മുടെ ആൾക്കാർ പിന്നെ അത്ര കുഴപ്പമില്ല, പക്ഷേ പുറത്ത് പോയ ആൾക്കാർ നശിപ്പിക്കും, അതാണൊരു സീൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു ചങ്ങലയുടെ കളറാണെങ്കിലും ഇതേപോലെ യെല്ലോ കളറാണ്. കൊള്ളാം, നൈസ്. ഒരു പ്രീമിയം ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സ്ലീപ്പർ കോച്ചിൽ കയറിയപ്പോൾ. നല്ല അടിപൊളി, നല്ല നീറ്റാണ്. ഇപ്പം ഇവർ വൃത്തിയാക്കിയതേ ഉള്ളൂ. കൊള്ളാം, നൈസ്. നമ്മൾ S7 നിന്ന് നടന്ന് കണ്ട് S6 വന്നു. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ സെയിം ടൈപ്പാണ്, എല്ലാം ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല കോച്ചാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, ഒരു സ്ലീപ്പർ ആണെങ്കിലും ഒരു പ്രീമിയം ഫീല് നമുക്കിതിൽ കയറിയപ്പോൾ കിട്ടുന്നുണ്ട്. അത് ഈ സീറ്റിൻ്റെ കളർ കൊണ്ടാണെന്നോ അറിയത്തില്ല, എന്തായാലും സംഭവം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നമ്മൾ സാധാരണ സ്ലീപ്പർ കോച്ച് LSPയിൽ സ്ലീപ്പർ കോച്ച് കാണുന്ന പോലെ അല്ല, ഒരു പ്രത്യേക ഒരു ഫീലാണ്, നമുക്ക് കയറുമ്പോൾ തന്നെ അറിയാം. വല്ലാത്തൊരു പ്രീമിയം സെറ്റപ്പ് എന്ന് പറയത്തില്ല, അത് തന്നെ. ഇതിലും 80 ബർത്ത് തന്നെയാണ് കേട്ടോ, അങ്ങനെ സീറ്റ് നമ്പർ കൂടുതലോ അങ്ങനെയൊന്നുമില്ല. സാധാരണ നോർമൽ LSP സ്ലീപ്പറിൽ കാണുന്ന പോലെ തന്നെ 80 സീറ്റാണ് ഇതിലും ഉള്ളത്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈ അമൃത് ഭാരത് എക്സ്പ്രസ്സിന് RAC ഇല്ല, തത്കാലും ഇല്ല. അതെന്തായാലും പൊളിച്ച്. RAC ഇല്ല ഈ വണ്ടിക്ക്, വെയിറ്റ് ലിസ്റ്റ് മാറിയാൽ ഡയറക്റ്റ് കൺഫേമാണ്. RAC ഇല്ല, തത്കാലും ഇല്ല. അതെന്തായാലും കൊള്ളാം. എല്ലാ ട്രെയിനിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ RAC എടുത്ത് കളയണം. എന്തിനാ RAC? ചുമ്മാ ഫുൾ പൈസയും കൊടുത്ത് നമ്മളെ പറ്റിക്കുന്ന ഏർപ്പാടല്ലേ. വന്ദേ സ്ലീപ്പറിൽ ഇതേപോലെ RAC ഇല്ല. പിന്നെ അതിലും എനിക്ക് തോന്നുന്നു ഇതേ സെയിം തന്നെയാണ്, തത്കാലും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. അപ്പോൾ അമൃത് ഭാരത് എക്സ്പ്രസ്സിൻ്റെ സ്ലീപ്പറും ജനറൽ ഞാനിങ്ങളെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ കാണിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് യാത്രയാണ്. എൻ്റെ ബർത്ത് S1ലാണ്, ഏറ്റവും പുറകിലാണ്. അയ്യോ, പുറയിലത്തെ ലോക്കോ കാണിച്ചില്ലല്ലോ, അങ്ങനെ പുറയിപ്പാം. ഇതിന് സ്ലീപ്പറും ജനറലും മാത്രമല്ല, ഇതിനൊരു പാൻട്രി കാറും കൂടെ ഉണ്ട്. ആ പാൻട്രി കാറാണ് AC പാൻട്രി കാറാണ്. സാധാരണ നമ്മൾ ഈ ട്രെയിനിൽ കാണുന്ന പോലെ തന്നെ AC പാൻട്രി കാറല്ല. പാൻട്രി കാർ കയറി നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ പാൻട്രി കാറും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ റെയിൽവേ പാൻട്രി കാർ എന്ന് പറയാറില്ല, ഹോട്ട് ബൊഫേ കാർ എന്നാണ് പറയുന്നത് കേട്ടോ. പാൻട്രി കാറൊക്കെ പഴയ പേരാണ്. പാൻട്രി കാർ നല്ല വൃത്തിയുണ്ട്, പുറത്തോടെ കാണും, അകത്ത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇവിടെ ആരും ഇല്ലേ, പാൻട്രി സംഭവം ഒന്നും ഇല്ല ഇവിടെ. ഈ പാൻട്രിയിലെ സ്റ്റാഫിനെ എടുക്കാൻ വേണ്ടി ബർത്തും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ പാൻട്രി ഒന്നും ഇല്ലേ, ആർക്കറിയാം, നല്ല അടച്ചിട്ടേക്കോന്ന് തോന്നുന്നല്ലോ. എനിക്ക് തോന്നുന്നു പാൻട്രി ഒന്നും വർക്കിംഗ് ആയില്ലെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇതാണ് പാൻട്രിയുടെ അകത്തെ സംഭവം. എനിക്ക് ഇവിടെ ഈ കുക്കിംഗ് സംഭവങ്ങളാണ്. ഇത് മറ്റേ വാട്ടർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതേപോലെ ഇവർക്ക് കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ മറ്റേ ഇലക്ട്രിക് സ്റ്റൗ ആയിരിക്കും. പിന്നെ റെഫ്രിജറേറ്റർ LGയുടെ സാധനം വെച്ചിരിക്കുന്നത്. 1 2 നല്ല അടിപൊളി 2 ഫ്രിഡ്ജ്. പുളിയല്ലേ, അടിപൊളി. ഇതാണ് പാൻട്രി കാറിൻ്റെ ഉൾവശം. സൂപ്പറല്ലേ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പാൻട്രി കാർ ഉണ്ടെങ്കിലും പാൻട്രി കാറിൽ ആരും വന്നിട്ടില്ല, പാൻട്രി തുടങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല വൃത്തിയുണ്ട് പാൻട്രി കാർ. ഇതുപോലെ അങ്ങ് പോയാൽ മതി. അനൗൺസ്മെൻ്റ് ഒക്കെ മാനുവൽ അനൗൺസ്മെൻ്റ് ആണ്, മറ്റേ കമ്പ്യൂട്ടറൈസ്ഡ് ഒന്നും ആയിട്ടൊന്നുമില്ല. അതൊക്കെ ഇനി സെറ്റ് ചെയ്യണമായിരിക്കും അവർ. അപ്പോൾ നമുക്ക് വേണ്ടി പുറയിലത്തെ ലോക്കോയും കൂടെ നമുക്ക് കാണാം.
പുറകിലത്തെ ലോക്കോ ഇതേപോലെ ഒരു വഡോദര ഷെഡിൻ്റെ WP5 ആണ്. കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുറകിലത്തെ ലോക്കോ, WP5 ലോക്കോ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് ഉണ്ടാവും. മുന്നിലത്തെ ലോക്കോയിൽ ഒരു ലോക്കോ പൈലറ്റും ഒരു അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റും. പക്ഷേ പുറകിലത്തെ ലോക്കോയിൽ ഒരു അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് മാത്രമേ കാണത്തുള്ളൂ. ഇതിൻ്റെ കൺട്രോളിംഗ് അല്ല മുന്നിലത്തെ ലോക്കോ തന്നെയാണ്. പുറകിലത്തെ ലോക്കോന്ന് അങ്ങനെ കൺട്രോൾ ചെയ്യത്തൊന്നുമില്ല. അപ്പോൾ മുന്നിലത്തെ ലോക്കോന്ന് കൊടുക്കുന്ന ഔട്ട്പുട്ട് എല്ലാം ഇവിടെ കറക്റ്റ് അത് തന്നെ വരും. അപ്പോൾ അത് മിക്കവാറും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയായിരിക്കും ഒരു ALP ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പുറകിലത്തെ ലോക്കോയുടെ നമ്പർ കണ്ടോ 379 എന്നാണ് കേട്ടോ, WP5 വഡോദരയുടെ. ഇന്നലെ ഈ ഭാഗമാണ് മംഗലാപുരത്തേക്ക് നയിച്ചുകൊണ്ട് വന്നത്. ഇന്നിത് പുറകിൽ ബാക്കിൽ ട്രെയിലിംഗ് ആയിട്ട് പോകും. പുറകിലത്തെ ലോക്കോയിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം അതേപോലെ തന്നെയാണ്. വലിയ വിൻഷീൽഡ്, വലിയ വൈപ്പറും സെയിം ലോക്കോ തന്നെയാണ് WP5. ഇനി ഇതിൻ്റെ കുറച്ച് വിവരങ്ങളും പിന്നെ ഈ ട്രെയിനിൻ്റെ ടൈം ടേബിളിലെ കാര്യങ്ങളൊക്കെ ഞാൻ ട്രെയിനകത്ത് കയറിയിട്ട് പറയാം, എന്നാലേ ശരിയാവത്തുള്ളൂ. അപ്പോൾ മുന്നിലത്തെ ലോക്കോയിലും പുറകിലത്തെ ലോക്കോയിലും ക്രൂ ഒക്കെ കയറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമൃത് ഭാരത് എക്സ്പ്രസ് വിടാൻ വേണ്ടി ഇനി ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ. നമുക്കിനി എൻ്റെ കോച്ചിൽ പോയി കയറാം, S1-ൽ. ഇവിടെ പുറകിലാണ് എൻ്റെ കോച്ച് കേട്ടോ. ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ വന്ന് ഈ വണ്ടി ഇരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാ ഈ ഒട്ടും അറിയാത്തവർക്ക് മനസ്സിലാവില്ല. കാരണം ഫ്രണ്ടും ബാക്കും കണ്ടാൽ ഒരുപോലെ ഇരിക്കത്തില്ലേ. സേവ് ഇതേപോലെ ട്രൈബോർഡും എല്ലാം സേവ്, ലോക്കോയും എല്ലാം അതേപോലെ അല്ലേ. ഇതിന് ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഈ WP5 ലോക്കോ ഉണ്ടല്ലോ, അമൃത ഭാരതിൻ്റെ ലോക്കോക്ക് എല്ലാം ഇതേപോലെ ഹൈ റൈസ് പാൻറ്റോഗ്രാഫാണ്, HRPT എന്ന് പറയും. ഹൈ റൈസ് പാൻറ്റോഗ്രാഫാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. കണ്ടാ ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നല്ല ഉയരത്തിൽ പൊങ്ങുന്ന ഒരു പാൻറ്റോഗ്രാഫാണ്. നമ്മുടെ ഈ ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നർ പോകുന്ന സെക്ഷനിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് പാൻറ്റോഗ്രാഫാണ്. അതിപ്പോൾ ഒട്ടുമിക്ക എല്ലാ ലോക്കോസിലും ഇതേപോലെ ഈ ഒരു ഹൈ റൈസ് പാൻറ്റോഗ്രാഫാണ് ഇവർ കൊടുക്കുന്നത്. എന്തായാലും കാണാൻ ലുക്കൊക്കെയാണ് സംഭവങ്ങൾ കേട്ടോ. ഇതിൻ്റെ കുറച്ച് പോരായ്മയൊക്കെ കേട്ടോ, അതൊക്കെ ഞാൻ വണ്ടി കയറിയിട്ട് പറയാം. പോരായ്മ എന്ന് വെച്ചാൽ വണ്ടിയുടെ പോരായ്മയല്ല കേട്ടോ, ടൈം ടേബിളിൻ്റെ പോരായ്മയാണ്. അപ്പോൾ നമുക്കിനി നേരെ കോച്ചിൽ പോകാം. അപ്പോൾ ഈ വണ്ടിയുടെ ബ്രീഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് 16329 നാഗർകോവിൽ മംഗലാപുരം പോകുന്ന ഈ അമൃത ഭാരത് എക്സ്പ്രസ് ആഴ്ചയിൽ ചൊവ്വാഴ്ച മാത്രമേ ഉള്ളൂ. ചൊവ്വാഴ്ച രാവിലെ 10:40 നാഗർകോവിലിന് എടുത്തിട്ട് അടുത്ത ദിവസം വെളുപ്പിന് 5 മണിയാണ് ഇതിന് ടൈമിംഗ് കൊടുത്തേക്കണം. പക്ഷേ അതിന് മുന്നേ എത്തും, ഒരു 2:30-3 മണിയാകുമ്പോൾ ഇത് മംഗലാപുരം എത്തും. അപ്പോൾ ഇത് 705 കിലോമീറ്റർ പോകാൻ വേണ്ടി 17 മണിക്കൂർ 20 മിനിറ്റാണ് കൊടുത്തിരിക്കുന്നത്. തിരിച്ചുള്ള വണ്ടി ട്രെയിൻ നമ്പർ 16330 മംഗലാപുരം ജംഗ്ഷൻ നാഗർകോവിൽ അമൃത ഭാരത്. മംഗലാപുരത്ത് നടക്കുന്നത് രാവിലെ 8 മണിക്കാണ്. എന്നിട്ട് നാഗർകോവിൽ എത്തിച്ചേരുന്നത് രാത്രി 10:05-നാണ്. ആ വണ്ടി 705 കിലോമീറ്റർ സഞ്ചരിക്കുന്നത് 14 മണിക്കൂർ 5 മിനിറ്റ് എടുത്തിട്ടാണ്. അതായത് ഏകദേശം ഒരു 3 മണിക്കൂർ റണ്ണിങ് ടൈം ഡിഫറൻസ് ഉണ്ട് ഈ അപ്പും ഡൗണും വണ്ടികൾ തമ്മിൽ. അപ്പോൾ ഈ വണ്ടി തിരിച്ച് നാഗർകോവിൽ പോകുന്നത് ബുധനാഴ്ചയാണ്. നേത്രാവതി എക്സ്പ്രസ് ലേറ്റ് ആയിട്ട് വണ്ടിയാണ് ഇപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ നേത്രാവതിൻ്റെ പുറകിൽ ഇങ്ങനെ ഉരുട്ടിയായിരിക്കും നമ്മുടെ അമൃത ഭാരത് പോകാൻ പോകുന്നത് കേട്ടോ. ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഇനി അതിൻ്റെ പുറകെ നേത്രാവതിക്ക് അറിയാമല്ലോ 100 സ്റ്റോപ്പല്ലേ, അതിൻ്റെ പുറകിൽ ഇങ്ങനെ പയ്യെ പോകത്തേ ഉള്ളൂ, നോക്കിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് S1-ൽ എൻ്റെ സീറ്റ് 39ആണ്. ഈ 39 സാധാരണ എനിക്ക് കിട്ടാത്തൊരു സീറ്റാണ്. എന്താ കിട്ടിയതൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് എൻ്റെ സീറ്റ് 39. ഈ മഞ്ഞ കളറായതുകൊണ്ട് ഈ ബർത്തിൽ വേഗം ചെളിയാവും കേട്ടോ. അതാണ് ഈ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ചീത്തയായി പോവും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഡോർ നല്ല സിമ്പിളായിട്ട് തുറക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മാത്രമേ മതി കേട്ടോ ജനലൊക്കെ. നിങ്ങൾ ഈ അമൃത് ഭാരത് എക്സ്പ്രസ്സിൽ കയറുവാണെങ്കിൽ വലിയ പ്രയോറിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം ഇത് ഒട്ടും പ്രയോറിറ്റി ഇല്ലാത്തൊരു വണ്ടിയാണ്, അതിന് ആദ്യം പറഞ്ഞോട്ടെ. പിന്നെ ഇതിൻ്റെ അപ്പ് ടൈമിങ്, അതായത് നാഗർകോവിൽ നിന്ന് മംഗലാപുരത്തേക്ക് വരുന്ന ടൈമിങ് ഭയങ്കര മോശമാണ്. മോശം തന്നെ പറഞ്ഞിട്ടുള്ളൂ, കാരണം അത് വല്ലാത്തൊരു ടൈമിങ്ങാണ്. 11:40 നാഗർകോവിലിന് എടുക്കുന്ന വണ്ടി ഇവിടെ മംഗലാപുരത്ത് എത്തുന്ന ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 5 മണിയാണ്. അതിന് മുന്നേ എത്തും, പക്ഷേ 5 മണിയാണ് രാവിലെ ടൈമിംഗ് കൊടുത്തേക്കുന്നത്. അതായത് പരശുരാം എക്സ്പ്രസ്സിന് കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരം വരെ പോകാൻ വേണ്ടി 17 മണിക്കൂർ മതി. ഇതിന് 17 മണിക്കൂർ 20 മിനിറ്റ് വേണം പോരെ. എന്തോ പരിപാടിയൊക്കെയാണ് നോക്കണേ. നിങ്ങളുടെ നാഗർകോവിൽ മംഗലാപുരം ഈ അമൃത ഭാരതത്തിന് ടൈമിംഗ് എടുത്ത് നോക്കിയാൽ മതി. അതായത് കോട്ടയത്ത് നിന്ന് എറണാകുളം വരെ വരാൻ വേണ്ടി 2 മണിക്കൂർ വരെ. എന്തോ ടൈമിംഗ് ഒക്കെയാണ്. ആ ഐലൻഡിൻ്റെ പുറകിലാണ് ഈ വണ്ടി പോകുന്നത്. ഐലൻഡിൻ്റെ പിന്നെ മറ്റേ കായംകുളം എറണാകുളം മെമുവിൻ്റെ പുറകിൽ. പിന്നെ കാസർഗോഡ് നിന്ന് മംഗലാപുരം വരെ 3 മണിക്കൂർ, 2 മണിയൊക്കെ കണ്ടാണ്ട് കാസർഗോഡ് 3 മണിക്കൂർ ആ ടൈം കൊടുത്തേക്കടെ. എനിക്കറിയില്ല ഇതെന്താ ഇവരിങ്ങനെ ടൈം കൊടുത്തേക്കുന്നത്, എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ കരുതിയത് മറ്റേ അന്ത്യോദയ എക്സ്പ്രസ് ഉണ്ടല്ലോ, അന്ത്യോദയയുടെ ആ ഒരു ടൈം സ്ലോട്ടിൽ ഇട്ടായിരിക്കും ഈ ഒരു അമൃത ഭാരത് ഓടിക്കുന്നതാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇത് അവർ കൊടുത്തില്ല. ആ ടൈം സ്ലോട്ട് ശരിക്കും ബെസ്റ്റാണ്. കാരണം ഇത് ഓവർനൈറ്റ് വണ്ടിയായിട്ട് വേണം യൂസ് ചെയ്യാമായിരുന്നു ഈ ഒരു നാഗർകോവിൽ മംഗലാപുരം സ്ട്രെച്ചിൽ. കാരണം നല്ല കളക്ഷൻ കിട്ടും. ഈ മലബാറിലെയും പിന്നെ ഈ മാവേലിയിലൊക്കെ തിരക്കൊന്ന് കുറയും. ഇത് അവരങ്ങനെ ഓവർനൈറ്റ് കൊടുത്തില്ല. ഇത് ഓവർനൈറ്റ് എന്ന് പറഞ്ഞാൽ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ 5 മണി ടൈം കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ എത്തും വണ്ടി. എന്താ അങ്ങനെ കൊടുത്തത് എനിക്ക് അറിയത്തില്ല. സ്ലോട്ട് ഇല്ലാത്തതിനാണ് ഇത് അന്ത്യോദയ സ്ലോട്ടിൽ ഓടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്ന് എനിക്കറിയത്തില്ല.
അന്ത്യോദയ എക്സ്പ്രസ് സ്ലോട്ടിൽ ഓടിച്ചായിരുന്നെങ്കിൽ നല്ല കളക്ഷനും കിട്ടിയാണ്. ഇതിപ്പോൾ കളക്ഷനുണ്ട്, പക്ഷേ ഈ ആഴ്ചത്തെ ബുക്കിംഗ് മാത്രമേ ഇപ്പോൾ ഫുള്ളായിട്ടുള്ളൂ. അടുത്ത ആഴ്ചത്തെ ഇനിയും സീറ്റ് കിടപ്പുണ്ട്, 20 സീറ്റ് കണ്ട് ഇനിയും കിടപ്പുണ്ട് എൻ ടു എൻഡ്. അങ്ങോട്ട് പോകുന്നത്, അതായത് ഈ മംഗലാപുരത്ത് നിന്ന് നാഗർകോവിൽ പോകുന്ന വലിയ കുഴപ്പമില്ല. കാരണം മംഗലാപുരത്ത് നിന്ന് എറണാകുളം വരെ ഏകദേശം ഒരു 6-6.25 മണിക്കൂർ മതി ഈ വണ്ടിക്കിപ്പോൾ ഇന്ന് റണ്ണിങ് ടൈം. പക്ഷേ തിരിച്ചങ്ങനെയല്ല, മംഗലാപുരത്ത് നാഗർകോവിൽ വലിയ സീനില്ല, പക്ഷേ നാഗർകോവിൽ മംഗലാപുരം ഭയങ്കര സീനാണ് ടൈമിങ്. പിന്നെ അതേപോലെ ബാക്കി 2 അമൃത ഭാരതിൻ്റെ ടൈമിങ്ങിൽ കുറച്ചെങ്കിലും ഭേദമുള്ള മറ്റേ താമ്പരം തിരുവനന്തപുരം സെൻറ്റർ, അതാണ് കുറച്ചെങ്കിലും ഭേദമായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം ശോകമാണ് ടൈമിങ്ങൊക്കെ. ടൈമിങ് മാത്രമല്ല, ഇതിൻ്റെ സ്റ്റോപ്പും, അതായത് ഞങ്ങളുടെ ആ ഭാഗത്ത് അനാവശ്യമായിട്ട് കുറേ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. ആ കരുനാഗപ്പള്ളി, മാവേലിക്കര, തിരുവല്ല, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ എല്ലാം അടുപ്പിച്ച് സ്റ്റോപ്പ്. പക്ഷേ ഈ മലബാർ ഭാഗത്താണ് മര്യാദയ്ക്ക് സ്റ്റോപ്പ് പോലില്ല, അറിയോ. ആകെയുള്ളത് കാസർഗോഡ്, കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, തിരൂർ, ഈ 5 സ്റ്റോപ്പേ ഉള്ളൂ ഒരു മലബാർ റീജിയനിൽ ഈ വണ്ടിക്ക്. പോരെ വേറെ എവിടെയൊക്കെ സ്റ്റോപ്പ് കൊടുക്കുക, അത് കൊടുത്തില്ല. എന്നാൽ പിന്നെ സ്റ്റോപ്പ് കൊടുക്കുകയാണെങ്കിൽ ഒരു സെക്ഷനിൽ മാത്രമായിട്ട് ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്നത് എനിക്കറിയത്തില്ല. ഇവിടെ ഈ മലബാർ ഏരിയയിൽ ഇതിന് സ്റ്റോപ്പ് വളരെ കുറവാണ്. കുറച്ച് സ്റ്റോപ്പൊക്കെ ഇവിടെയും കൊടുക്കാം, കാരണം ആ ഭാഗത്തൊക്കെ എന്തോരം സ്റ്റോപ്പാണ്. നമ്മുടെ സൗത്ത് ഭാഗത്തൊക്കെ കരുനാഗപ്പള്ളി, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ഇതെല്ലാം 10 കിലോമീറ്റർ ഗ്യാപ്പുള്ള സ്റ്റേഷൻസാണ്. എന്നിട്ട് ഈ ഷൊർണൂർ മംഗലാപുരം സ്ട്രെച്ചിലാണെങ്കിൽ മര്യാദയ്ക്ക് സ്റ്റോപ്പും ഇല്ല. അതെനിക്ക് പക്ക ഒരു വേർതിരിവായിട്ട് തോന്നി. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഒരു ഡിസഡ്വാൻറ്റേജുമായിട്ട് എനിക്ക് തോന്നി. ഈ വണ്ടിക്ക് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാവുന്ന ഈ ഒരു ടൈമിങ്ങും ഈ ഒരു സ്റ്റോപ്പും മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല. റേക്കൊക്കെയാണ് നല്ല അടിപൊളി റേക്കാണ്, വൃത്തിയുണ്ട്. അതിപ്പോൾ തുടങ്ങിയതുകൊണ്ടാണ് വൃത്തിയുള്ളത്. പക്ഷേ ഇതിൻ്റെ സ്റ്റോപ്പും ടൈമിങ്ങും ഭയങ്കര മോശമായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സ്റ്റോപ്പുകൾ ഈ ഭാഗത്ത് കുറച്ച് സ്റ്റോപ്പ് കൊടുക്കുക, ഒരു പ്രശ്നമില്ല കൊടുക്കുന്നത്. കാരണം നല്ല ആൾക്കാർ കയറും ആ ഭാഗത്തെല്ലാം മുക്കിന് മൂലയ്ക്ക്. അതുമല്ല, ഈ 3 അമൃതഭാരത് ട്രെയിനുകളിൽ തുടങ്ങിയതിൽ ഒരെണ്ണമെങ്കിലും അവർക്ക് ആലപ്പുഴ വഴി ഓടിക്കായിരുന്നു. മറ്റേ ആ ചർളപ്പള്ളി, കൊച്ചുവേളിയെങ്കിലും ഓടിക്കായിരുന്നു. കാരണം ആലപ്പുഴ വഴി ഹൈദരാബാദിലേക്ക് ഒരു വണ്ടി പോലും ഇല്ല. അപ്പോൾ ആലപ്പുഴ വഴി ഒരു അമൃതഭാരതെങ്കിലും അവർക്ക് കൊടുക്കായിരുന്നു, അത് കൊടുത്തില്ല. എല്ലാം കോട്ടയം വഴി ആക്കി. കോട്ടയം വഴി ഇഷ്ടംപോലെ വണ്ടി വന്നു. ആലപ്പുഴ വഴി സിംഗിൾ ലൈൻ ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, ആലപ്പുഴ വഴി ഒരു വണ്ടിയെങ്കിലും കൊടുക്കായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ആക്കുമെന്ന് വിശ്വസിക്കുന്നു. അഡ്ജസ്റ്റ് ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും നമുക്ക് പറയാമല്ലോ അഡ്ജസ്റ്റ് ആക്കുമെന്ന്. വണ്ടി ഇതിലായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. 8:05 ഇപ്പം തന്നെ സമയം. 8 മണിക്ക് വിടേണ്ടതാണ്. ആ നേത്രാവതി ഫ്രണ്ടിൽ പോകേണ്ടതൊന്നും വിടാത്തത് കേട്ടോ. പറഞ്ഞ് നാവെടുത്തില്ല, അതിനും വേണ്ടി വണ്ടി എടുത്ത്. അങ്ങനെ 8:05 ആയപ്പോഴേക്കും നമ്മുടെ 16330 ഫസ്റ്റ് റൺ മംഗലാപുരം ജംഗ്ഷൻ, നാഗർകോവിൽ അമൃതഭാരത് എക്സ്പ്രസ് കണ്ട് ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ മംഗലാപുരം നാഗർകോവിൽ അമൃതഭാരതിൻ്റെ ഫസ്റ്റ് റെഗുലർ റണ്ണിലാണ് കേട്ടോ. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പുറകിൽ നിന്നുള്ള ആ ഒരു തള്ളൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പുറകിൽ നിന്ന് ഇങ്ങനെ ആരോ തള്ളത്തില്ല, ആ ഒരു തള്ളൽ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വേറൊരു കാര്യം ഈ കോച്ചിൽ ഞാൻ കാണിക്കാൻ പറഞ്ഞു. ഇതുകൊണ്ട് ഇതേപോലെ കഴിക്കാനുള്ളൊരു ട്രേ പോലെ സംഭവമുണ്ട്. പക്ഷേ ഇത് മടക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഉണ്ട് ഇതിങ്ങനെ കിടക്കുകയാണ്. നമുക്ക് ഇരിക്കുമ്പോൾ ഉള്ളൊരു ചെറിയ കാലിങ്ങനെ തട്ടുക, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. വണ്ടി കയറി ഉടനെ തന്നെ നമ്മുടെ ടിക്കറ്റ് വന്ന് ടി വന്ന് ചെക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടെ ഒരു പോരായ്മ ഞാൻ കണ്ടത്, ഇവിടെ ഇവർക്കൊരു 3 പിൻ പ്ലഗ് വെക്കായിരുന്നു. ഇതുകൊണ്ട് ഇവിടെ 3 പിൻ ഇല്ല, മീൻസ് ആ ചാർജിങ് സോക്കറ്റ് ഇല്ല. ഇവിടെ മറ്റേ USB-C മാത്രമുണ്ട്. ഇപ്പോൾ അത് യൂസ് ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു അപ്ഡേറ്റ് സംഭവങ്ങളാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ മറ്റേതും കൂടെ വേണമെങ്കിൽ കൊടുക്കായിരുന്നു. അതെന്താ കൊടുക്കാൻ എനിക്ക് അറിയത്തില്ല. ഇവിടെ സ്ഥലമില്ലാത്തതിൻ്റെ ആണോ എന്നോ അറിയത്തില്ല. വേണ്ട പറഞ്ഞാൽ കൊടുക്കായിരുന്നു അല്ലേ? നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അമൃത് ഭാരത് എക്സ്പ്രസ് അങ്ങനെയാണ്ട് നേത്രാവതി പാലം കടക്കാൻ പോവാണ് കേട്ടോ. നേത്രാവതി പാലം കടന്ന് നമ്മളിനി കുറച്ച് കഴിയുമ്പോൾ കേരളത്തിൽ കയറും.
ഈ വണ്ടിക്ക് എന്താണെന്നറിയോ, എനിക്ക് 39 സൈഡ് ഡോർ കിട്ടാൻ കാര്യം. സാധാരണ എപ്പോഴും ഇതുപോലെ സ്ലീപ്പറിന് ടിക്കറ്റ് എടുക്കുമ്പോൾ ഒന്നെങ്കിൽ സൈഡ് ഡോർ 15, അല്ലെങ്കിൽ 7, അല്ലെങ്കിൽ 79, ഇതൊക്കെയാണ് വരുന്നത്. 39 കിട്ടാൻ കാരണം ഇതിന് RAC ഇല്ല, അതാണ് കാരണം. അല്ലെങ്കിൽ ഇവർ ഈ നടുക്കത്തെ സൈഡ് ഡോറെല്ലാം RACക്ക് റിസർവ് ചെയ്ത് വെക്കും. ഇതിപ്പോൾ RAC ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നടുക്കത്തെ സൈഡ് ഡോർ കിട്ടും ആദ്യം ബുക്ക് ചെയ്താൽ. ഞാൻ 3 അമൃത ഭാരതത്തിനും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. പക്ഷേ ബാക്കിയുള്ള 2 അമൃത ഭാരത മറ്റേ താമ്പരം തിരുവനന്തപുരം സെൻട്രലും പിന്നെ ചർലപ്പള്ളി കൊച്ചുവേളിയും അടുത്ത മാസം ഞാൻ പോകുന്നുള്ളൂ. കാരണം ഇപ്പം ഞാൻ ഉടനെ ഒരു ലോങ് ട്രിപ്പ് പോകുന്നുണ്ട്. ആ ലോങ് ട്രിപ്പിൽ നമ്മുടെ വന്ദേ സ്ലീപ്പർ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ആ 2 അമൃത ഭാരതിൻ്റെയും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചർലപ്പള്ളി കൊച്ചുവേളി എൻഡ് ടു എൻഡും മറ്റേത് ട്രിച്ചി വരെ പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനും ഇതേപോലെ 39 സൈഡ് ഡോറുകളെ കിട്ടി. അതെന്തായാലും ഭാഗ്യമായി പോയി. അല്ലെങ്കിൽ ഡോറിനടുത്തൊക്കെ പോയി സീറ്റ് കിട്ടിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്, അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് RAC ഇല്ലാത്തതുകൊണ്ടാണ് കറക്റ്റ് നടുക്ക് സീറ്റ് കിട്ടിയത്. ഞാനിപ്പോൾ ഇതിൻ്റെ അപ്പർ ബെർത്തിലാണ് ഇരിക്കുന്നത്. ഇതിനെ ജസ്റ്റ് ഒന്ന് കംഫർട്ട് നോക്കാൻ വേണ്ടി കയറിയാണ്. കയറാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. കാരണം ഇവിടെ ഇവർ ഈ കൊടുത്തിരിക്കുന്ന ലാഡർ കണ്ടോ, നല്ല വീതിയുള്ള ടൈപ്പ് ലാഡറാണ് ഇത് കണ്ടോ. അതുകൊണ്ട് നമുക്ക് കയറി വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, സിമ്പിളാണ് കയറി വരാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണ്. ഒന്ന് കിടന്ന് നോക്കട്ടെ. അയ്യോ, നല്ല സുഖം, അടിപൊളി, നല്ല സുഖമുണ്ട്, നല്ല ബർത്താണ്. പിന്നെ ഈ നമ്മുടെ ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. അതായത് ഈ ഷൂവും ചെരുപ്പും ഇട്ടിട്ട് ആൾക്കാർ കയറി ഇരുന്നിട്ട് ആ ഷൂ ചെരുപ്പ് ഈ ഫാൻ്റെ മണ്ട കയറ്റി വയ്ക്കുക. ഏറ്റവും വൃത്തികെട്ട ഒരു പരിപാടിയാണ്. ആ പരിപാടി ചെയ്യുന്നവർ എനിക്ക് കാണരുത്. ഈ കയറി വന്നിട്ട് ഇരുന്നിട്ട് ഇവർക്ക് ഈ ഷൂ അഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെന്ത് ഷൂ അഴിച്ചിട്ടല്ലേ ചെരുപ്പ് അഴിച്ചിട്ട് അത് ഇതിൻ്റെ മുകളിൽ വയ്ക്കും. എന്തോ പരിപാടിക്കാണ്. ഒരു മാനേഴ്സും ഇല്ലാത്ത വൃത്തികെട്ട ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ചെയ്യരുത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോശം അങ്ങനെ ചെയ്യുന്നത്. കാരണം ഇത് ഒന്നെങ്കിൽ താഴെ വീണ ആൾക്കാരുടെ മേത്ത് വീഴും, അല്ല അവൻ്റെ ഷൂവിലെ അല്ല ചെരുപ്പിലെ അഴുക്കല്ലേ ഈ ഫാൻ്റെ ഇടയിൽ കൂടെ ബാക്കിയുള്ളവരുടെ മേത്ത് വീഴും. എന്തോ ഒരുമാതിരി തോന്നിയ ദിവസമല്ലേ കാണിക്കുന്നത്, അല്ലേ? ഭയങ്കര വൃത്തിയുടെ പരിപാടിയല്ലേ. ദയവേത് ആ പരിപാടി ചെയ്യരുത്. ഇത് നമ്മുടെ സാധനമാണ്, നമ്മളാണ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ചെരുപ്പും ഷൂ ഒക്കെ താഴെ ഊരി വെച്ചിട്ട് കയറുന്നതിപ്പോൾ എന്താ ബുദ്ധിമുട്ട്? ഞാൻ അത് ചോദിക്കണം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ബർത്ത് നല്ലതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ബർത്തിൻ്റെ ഇവിടെ നമുക്കിങ്ങനെ ഈ താഴെ നിന്ന് പിടിച്ച് കയറാൻ വേണ്ടി ഇവിടെ ഒരു കമ്പി പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, നമുക്കിതിങ്ങനെ പിടിച്ച് കയറാൻ പറ്റും. അതുകൊണ്ട് സീനില്ല. അല്ലെങ്കിൽ ഇവിടെ പിടിക്കാൻ നമുക്കൊരു സപ്പോർട്ട് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഈ പിടിച്ചിറങ്ങാനും പിടിച്ച് കയറാനും തന്നെ ഇവിടെ ഇതേ ഒരു ഹാൻഡിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സുഖമായിട്ട് നമുക്ക് കയറാനും ഇറങ്ങാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും കൊള്ളാം, നല്ല എല്ലാ കംഫർട്ടും എല്ലാ സൗകര്യങ്ങളും നമുക്ക് റെയിൽവേ തരുന്നുണ്ട്. നമ്മൾ ഈ കിടക്കുന്ന ബർത്തിന് ഇവിടെ തന്നെ ഒരു ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിങ് പോയിൻറ്റ് ഇവിടെ താഴെയാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് കുത്തി വേണം, മൊബൈലാക്കി വേണം ഇവിടെ വെക്കാം. പക്ഷേ കിടന്ന് ഉറങ്ങാൻ നേരത്ത് മൊബൈൽ അങ്ങനെ വെക്കരുത്, ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബർത്തിൻ്റെ വിശേഷങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ അമൃത ഭാരത് എക്സ്പ്രസ് പുഷ് പുള്ളായിട്ടാണ് പോകുന്നത്. അതായത് മുന്നിൽ നിന്ന് ഒരു ലോക്കോ പുള്ള് ചെയ്യും, പുറകിൽ നിന്ന് ഒരു ലോക്കോ പുഷ് ചെയ്യും. അപ്പോൾ ഈ മുന്നിലത്തെ ലോക്കോയിൽ നിന്നാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത്. മുന്നിലത്തെ ലോക്കോയിലാണ് കൺട്രോളിംഗ് ഒക്കെ. അപ്പോൾ ഈ മുന്നിലത്തെ ലോക്കോയും ബാക്കിലത്തെ ലോക്കോയും വയ കേബിൾസ്, അതായത് കേബിൾസ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മുന്നിലത്തെ ലോക്കോ നമ്മുടെ ലോക്കോ പൈലറ്റ് പവർ കൊടുക്കുമ്പോൾ WP5 ആയതുകൊണ്ട് ഒരു ഏകദേശം 5400 ഹോഴ്സ് പവറോളം പവറുണ്ട്. അപ്പോൾ ഈ 5400 ഹോഴ്സ് പവറോളം പവർ കൊടുക്കുമ്പോൾ പുറകിലും ആ സെയിം പവർ തന്നെ നമ്മുടെ ട്രെയിനിന് കിട്ടും. ആ പുറകിലും ആ സെയിം പവർ ആ ലോക്കോ ഈ ട്രെയിനിന് കൊടുക്കും, ഈ ഒരു ട്രെയിക്കിന് കൊടുക്കും. അപ്പോൾ എഫക്റ്റീവ്ലി മൊത്തം ഏകദേശം ഒരു 10800 ഹോഴ്സ് പവർ, അത്രയും ഹോഴ്സ് പവർ ശക്തി ഈ ഒരു വണ്ടിക്ക് കിട്ടും. മൊത്തത്തിലൊരു പവർ എന്ന് പറയുന്നത്. മുന്നിൽ നിന്നും ബാക്കിൽ നിന്നും ആ സെയിം പവറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മുന്നിൽ നിന്ന് പുള്ള് ചെയ്യുന്നതനുസരിച്ച് ബാക്കിൽ ആ സെയിം പവർ വെച്ച് ആ ലോക്കോ ഈ വണ്ടിയെ പുഷ് ചെയ്യും. അപ്പോൾ വണ്ടി വേഗത്തിൽ പോകും. പക്ഷേ ട്രാക്കും അതുപോലെ വേഗത്തിലാണെങ്കിലും അതിൻ്റെ ഒരു എഫക്റ്റ് വരത്തുള്ളൂ. പിന്നെ ആക്സിലറേഷൻ ടൈം അതുപോലെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നല്ല പെട്ടെന്ന് സ്പീഡ് എടുക്കുന്ന വണ്ടിയല്ലേ, നല്ല പെട്ടെന്ന് സ്പീഡ് എടുക്കും. മുന്നിലത്തെ ലോക്കോയിൽ അവർ കൈ കൊടുക്കുന്നതനുസരിച്ച് പുറകിലത്തെ ലോക്കോയിലും അതിൻ്റെ ഔട്ട്പുട്ട് വരും. അപ്പോൾ മുന്നിലും പുറകിലും ആ ഒരു പവർ കൊടുക്കുമ്പോൾ വണ്ടി ഇങ്ങനെ നല്ല ജെറ്റ് പോലെ ഇങ്ങനെ പോവും, നമ്മുടെ വന്ദേ ഭാരത് പോകുന്ന പോലെ പോവും. അതാണ് സംഭവം. ഇപ്പോൾ ഈ അമൃത ഭാരത് ട്രെയിൻ എന്താണെന്ന് വെച്ചാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു പ്രീമിയം ഫെസിലിറ്റി ഒക്കെയുള്ള സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ട്രെയിൻസിനാണ് അമൃത ഭാരത് എന്ന് പറയുന്നത്. ഇതിനകത്ത് ജനറൽ ക്ലാസ് ആയിരിക്കും കൂടുതൽ. ജനറൽ ക്ലാസ്സും സ്ലീപ്പർ ക്ലാസ്സും മാത്രമേ ഉള്ളൂ, AC ഇല്ല.
ജനറൽ, സ്ലീപ്പർ, പിന്നെ പാൻട്രി കാർ. ഇത്രയേ ഉള്ളൂ അമൃത് ഭാരത് ട്രെയിൻസിലുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഏകദേശം ഒരു 27 അമൃത് ഭാരത് ട്രെയിൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് റണ്ണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈറോഡ് ജൊഗുബനി, നമ്മുടെ ഇവിടെ ബീഹാറുള്ള ജൊഗുബനിയിലേക്ക് പോകുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് ആണ് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ലോങ്ങസ്റ്റ് റണ്ണിങ് അമൃത് ഭാരത്. ഏകദേശം 3100 എത്ര കിലോമീറ്ററോളം ആ ഒരു വണ്ടി സഞ്ചരിക്കുന്നുണ്ട്. ജൊഗുബാനി എന്ന് പറയുന്നത് ബീഹാറിന് അങ്ങേയറ്റത്ത് നേപ്പാൾ ബോർഡറിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സർവീസാണ് ഈറോഡ് ജൊഗുബാനി. അപ്പോൾ അതാണ് ഇന്ത്യയിൽ ലോങ്ങസ്റ്റ് റണ്ണിങ് അമൃത് ഭാരത് കേട്ടോ. ചർലപ്പള്ളി, കൊച്ചുവേളി, സൗത്ത് സെൻട്രലിന് കൊടുത്തു. സൗത്ത് സെൻട്രലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ അവരാണ്. പിന്നെ മറ്റേ താമ്പരം, ട്രിവാൻഡ്രം സെൻട്രൽ, അത് സദേൺ റെയിൽവേ ആണെങ്കിലും അത് ചെന്നൈ ഡിവിഷനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെതെന്ന് പറയാവുന്ന ഒരു അമൃത് ഭാരത് നാഗർകോവിൽ, മംഗലാപുരം മാത്രമേ ഉള്ളൂ. പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ഇത് വന്ദേ ഭാരത് പോലെ തന്നെ പെട്ടെന്ന് പോകുന്നതിടെ നല്ല പ്രയോറിറ്റിയാണ്. പ്രയോറിറ്റി ഒന്നുമില്ല ഈ വണ്ടിക്ക്. ഇത് സാധാരണ ഒരു എക്സ്പ്രസ് ട്രെയിനിൻ്റെ പ്രയോറിറ്റി മാത്രമേ ഉള്ളൂ. കൂടുതൽ പ്രയോറിറ്റി ഒന്നും പ്രതീക്ഷിച്ച് ഇതിൽ കയറരുത്. ഇതിൻ്റെ ടൈമിംഗ് അങ്ങനെയാണ് ഇവർ കൊടുത്തേക്കുന്നത്. ഇതിന് മിനിമം ചാർജ് വരുന്നത് ജനറലിൽ 55 രൂപയാണ് കേട്ടോ. 55 രൂപയാണ് ഇതിൻ്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സൂപ്പർ ഫാസ്റ്റിൻ്റെ ആ ഒരു ഫെയർ 55 രൂപ. നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പായ കാസർഗോഡ് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റോപ്പാണ്. ഇവിടെ എത്തുന്ന ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ്. പിന്നെ സ്ലീപ്പറിൽ മിനിമം ചാർജ് വരുന്നത് 170 രൂപയാണ് കേട്ടോ. ജനറലിൽ 55 രൂപയും സ്ലീപ്പറിൽ മിനിമം ചാർജ് 170 രൂപയും. അങ്ങനെയാണ് ഇത് വരുന്നത്. സൂപ്പർ ഫാസ്റ്റിൻ്റെ ആ ഒരു ഫെയറാണ് ഏകദേശം വരുന്നത് ഈ വണ്ടിക്ക്. ഇനിയിപ്പോൾ കാസർഗോഡായി. കാസർഗോഡ് തൊട്ട് ഇനി ആൾക്കാർ കയറി തുടങ്ങും, വണ്ടിയൊക്കെ ഫുള്ളാകും. എൻ്റെ ഇവിടുത്തെ ആൾ കാസർഗോഡ് നിന്നാണ് കയറുന്നത്. ചെളി പിടിച്ചൊരു ലാലാഗുഡയുടെ WP7 ഇവിടെ കാസർഗോഡ് വന്നത് ട്രിവാൻഡ്രം, മംഗലാപുരം, മലബാർ എക്സ്പ്രസ് ആകട്ടോ. ആ ലോക്കോടെ പടുതി കേട്ടോ. അപ്പോൾ എന്തോ ചെളി ആ ലോക്കോയിൽ. നമ്മളിവിടെ ചെറുവത്തൂർ സ്റ്റേഷനിൽ സിഗ്നൽ കിട്ടിയാണ്ട് ഇവിടെ ഒതുക്കുവാണ് കേട്ടോ. മുന്നിൽ മറ്റേ ഏറനാടുണ്ട്, നേത്രാവതിയുണ്ട്. ഈ 2 വണ്ടി ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് ഇവിടെ വന്നിട്ടുണ്ട് ചെറുവത്തൂർ സ്റ്റേഷനിൽ. നമ്മളിവിടെ മെയിൻ ലൈനിൽ കൊണ്ട് പിടിച്ചിട്ട് ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ ഏറനാട് എക്സ്പ്രസ്സിനെ ഓവർടേക്ക് അടിക്കുമില്ലെന്നൊന്നും അറിയത്തില്ല. കാരണം ഇത് ഇന്ന് ഫസ്റ്റ് റണ്ണല്ലേ. നേരത്തെയൊക്കെ ഓടിയായിരുന്നൊക്കെ മനസ്സിലായത് ഇത് എപ്പോഴാണ് എങ്ങനെയാണ് എത്തുന്നതെന്ന്. നോക്കാം. എന്തായാലും മുന്നിൽ 2 വണ്ടി. നേത്രാവതിയാണെങ്കിൽ 3 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നേത്രാവതി ഫ്രണ്ടിലുള്ളതുകൊണ്ട് ആകെ പണിയാണ്. നമ്മുടെ ഈ അമൃത് ഭാരത് കോച്ചിൻ്റെ മാക്സിമം സ്പീഡ് കണ്ടോ, 130 kmph ആണ്. അല്ലെങ്കിൽ എല്ലാത്തിനും 130 ആണല്ലോ. ഇത് 2 ട്രാക്ക് സ്റ്റാൻഡേർഡിൻ്റെ മാക്സിമം സ്പീഡാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ട്രാക്ക് സ്റ്റാൻഡേർഡ് C&M1 എന്തോ കൊടുത്തിട്ടുണ്ട്, എനിക്ക് അറിയത്തില്ല കറക്റ്റ് എന്തോ വന്ന്. അപ്പോൾ ഈ ഒരു ട്രാക്ക് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 130, ഈ ഒരു ട്രാക്ക് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 105. അതാണ് മാക്സിമം സ്പീഡ്. ഇതൊക്കെ ഓരോ കേബിൾസ് ആണ്. ഈ കേബിൾസ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് മിക്കവാറും ലോക്കോ 2 ലോക്കോ നമ്മൾ കണക്ട് ചെയ്യുന്ന വല്ല കേബിളോ അങ്ങനത്തിലൊക്കെ ആയിരിക്കും കണ്ടോ. പലതരം കേബിൾസോ കാണാൻ പറ്റും. പിന്നെ അവിടെ താഴെ അത് മറ്റേ ബ്രേക്ക് പൈപ്പോ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഫുള്ള് കേബിളിൻ്റെ കളികളാണെല്ലാം. നമ്മളൊരു 1-2 വർഷം മുമ്പ് ഒരു അമൃത് ഭാരതിൻ്റെ വീഡിയോ എടുത്തിരുന്നു. അത് ഞാൻ ആദ്യമായിട്ട് കയറുന്ന അമൃത് ഭാരതായിരുന്നു. അത് മറ്റേ SMBT ബംഗളൂരു മാൾഡ ടൗൺ, അത് തുടങ്ങിയ ഇടയ്ക്ക് ഞാൻ പോയി എടുത്തത്. അന്ന് ഇതുപോലെ ഞാൻ റണികുന്ത വരെ പോയായിരുന്നു. അത് ഫുള്ളി ബംഗാളീസ്, ബീഹാറീസ് അവരൊക്കെ കയറുന്ന ഒരു അമൃത് ഭാരതാണ്. അതിൻ്റെ സീറ്റിൻ്റെ കുഷൻ ഒരു വൈറ്റും പിങ്കും കൂടെ ചേർന്നൊരു ടൈപ്പായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് യെല്ലോയും ഗ്രേയും കൂടെ ആണ്. അത് ആദ്യം ഇറങ്ങിയ ടൈപ്പ് അമൃത് ഭാരതാണ് കേട്ടോ, SMBT ബംഗളൂരു മാൾഡ ടൗൺ. അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന റേക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ പയ്യന്നൂർ എത്താറായി. പയ്യന്നൂർ ഏറനാട് എക്സ്പ്രസ് വിട്ടു. തൊട്ട് മുന്നിൽ ഏഴിമലയിൽ നമ്മുടെ നേത്രാവതിയുണ്ട്. അപ്പോൾ ഈ നേത്രാവതി, ഏറനാട്, അമൃത് ഭാരത് ഇത് 3ഉം ഇപ്പോൾ വാലയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ പയ്യന്നൂർ ചവിട്ടുമെന്ന് തോന്നുന്നു കണ്ടിട്ട്.
ഇവിടെയൊക്കെ ശരിക്കും മര്യാദയ്ക്ക് ഇവർക്ക് സ്റ്റോപ്പൊക്കെ കൊടുക്കാമായിരുന്നു. കാരണം ഇത് നല്ല ആൾക്കാരൊക്കെ കയറുന്നൊരു സ്ഥലമല്ലേ, സ്റ്റോപ്പും ഇല്ല ഒന്നുമില്ല. ഇനി ഇപ്പോൾ അടുത്ത സ്റ്റോപ്പ് കണ്ണൂരാണ്. കാസർഗോഡ് വിട്ട പിന്നെ കണ്ണൂരാണ് അടുത്ത സ്റ്റോപ്പ്. അതേണ്ട് ഇവിടെ പയ്യന്നൂർ ആയതുകൊണ്ട് ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോമിൽ ഇത് ഏതാ പ്ലാറ്റ്ഫോം 3 ആണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഏറനാട് എക്സ്പ്രസ്സിനെ ഒതുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതിനെ ഓവർടേക്ക് അടിക്കും. അതിനെ ലൂപ്പ് ട്രാക്കിൽ കൊണ്ടിട്ടേക്കുന്നത്. ഷെഡ്യൂൾ പ്രകാരം ഏറനാട് ഇതിൻ്റെ ബാക്കിലാണ് പോകേണ്ടത്. അമൃതഭാരതാണ് ആദ്യം എറണാകുളമൊക്കെ എത്തുന്നത്. ഒരു 5 മിനിറ്റ് അടുപ്പിച്ച് ഇവിടെ ഈ അമൃതഭാരത് പയ്യന്നൂർ ഇട്ടുണ്ട്. ഇപ്പോൾ എടുക്കുകയാണ്. നമ്മൾ ഏറനാടിനെ ഓവർടേക്ക് അടിക്കുകയാണ്. ഓവർടേക്കിലൊന്നും വിളിക്കാൻ പറ്റുന്നില്ല ഇതിൽ. ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് നിങ്ങൾ കണ്ടോ? ഇത് മറ്റേ പഴയ നമ്മുടെ ICF പോലാണ്. നമ്മൾ സാധാരണ LHPയിൽ എമർജൻസി എക്സിറ്റ് കാണുമ്പോൾ ഇതേപോലെ ഇവിടെ ഈ ഗ്രില്ല് കാണത്തില്ല, പക്ഷേ ഇതിന് ഗ്രില്ലുണ്ട്. അപ്പോൾ ഈ ഗ്രില്ല് ശരിക്കും മാറ്റണമെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഫുൾ ഔട്ട് പിൻ ആൻഡ് സ്ലൈഡ് വിൻഡോ ഫ്ലെയിം ഗ്രില്ലെന്നോ എന്തൊക്കെ പറഞ്ഞ് ഈ സാധനം പൊട്ടിച്ചിട്ട് ഇതിങ്ങനെ ഊരിയിട്ട് ഇതെങ്ങനെ മാറ്റണമെന്നോ അങ്ങനെ എന്തോ പരിപാടി. അതുകൊണ്ട് ഈ ഇത് കണ്ടോ, ഇതിങ്ങനെ ഈ സാധനം ഇതിങ്ങനെ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സ്ലൈഡ് ചെയ്യണമെങ്കിൽ ഈ ഗ്ലാസ് പൊട്ടിച്ചിട്ട് ഈ പിന്നെ ഇങ്ങനെ ഊരിയിട്ട് വേണം സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്ലാസ് പൊട്ടിക്കാൻ എന്തെങ്കിലും ഉപകരണം വേണ്ടേ, അതാണ് ആലോചിക്കണേ. ഇതിലും പേര് ശരിക്കും മറ്റേ LHPയിലെ നോർമൽ ഈ ഗ്രില്ല് ഇല്ലാത്ത ടൈപ്പ് എമർജൻസി എക്സിറ്റായിരുന്നു. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഡേഞ്ചർ എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നോർമലി ഈ വണ്ടി ഓടുമ്പോൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ മറ്റേ നേത്രാവതി ഒന്നും കാണാറില്ല. ഇത് ഇന്ന് നേത്രാവതി ഉള്ളത് നേത്രാവതി ലേറ്റായിട്ട് വന്നുകൊണ്ടാണ്. 3 മണിക്കൂർ ലേറ്റാണ്. അല്ലെങ്കിൽ നേത്രാവതി അങ്ങ് വിട്ടങ്ങ് പൊക്കോളും. ഇത് ഇന്ന് നേത്രാവതി ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചവിട്ടുന്നത്. അല്ലെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് പൊക്കോളും. ഫ്രീ റണ്ണാണ്. മുന്നിൽ വേറെ വണ്ടിയൊന്നുമില്ല. ആകെ ഏറനാട് മാത്രമേ ഉള്ളൂ. ഏറനാടിൻ്റെ നമ്മളിപ്പം ഓവർടേക്ക് അടിച്ചു. അപ്പോൾ ഏറനാടിനെ ഓവർടേക്ക് അടിക്കുമെന്ന് ഉറപ്പായി. ഈ എമർജൻസി എക്സിറ്റിനൊരു ഗുണം കണ്ടോ, ഇതിങ്ങനെ അവിടെ ആരും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് മാക്സിമം നീക്കാം. പക്ഷേ നോർമൽ LHPയുടെ വിൻഡോ, അതായത് സാധാരണ വിൻഡോ ഇതേപോലെ അത്ര നീക്കാൻ പറ്റത്തില്ല, പകുതി വരെ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് ഫുൾ അങ്ങ് വരെ നീക്കാം. അപ്പോൾ നമുക്കിങ്ങനെ വലിയൊരു വ്യൂ കിട്ടും. കണ്ടോ, അടിപൊളിയല്ലേ? എനിക്ക് മംഗലാപുരത്ത് നിന്ന് എറണാകുളം ടൗൺ വരെ ഇതിൻ്റെ സ്ലീപ്പറിനായത് 305 രൂപയാണ് കേട്ടോ. ബുക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഒരു 323 രൂപ വരെയൊക്കെ വരും. അങ്ങനെ നേത്രാവതിയുടെ പുറകിൽ ഉരുട്ടി നമ്മൾ കണ്ണൂർ കയറിക്കൊണ്ടിരിക്കുകയാണ്. 20 മിനിറ്റ് ലേറ്റായിട്ട്. ഇവിടെ നമുക്ക് 15 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചു കിടക്കുന്ന എറണാകുളം നിസാമുദ്ദീൻ വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് കാണാൻ പറ്റും. പ്ലാറ്റ്ഫോം 1-ലാണ്. ഇപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് ആണ്. നമ്മൾ ലാസ്റ്റ് ചെയ്ത വ്ലോഗ് അതിൻ്റെ ആയിരുന്നു, കണ്ണൂർ യശ്വന്ത്പൂറിൻ്റെ. അപ്പോൾ അതിവിടെ വന്ന് കിടപ്പുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന ദിവസം വണ്ടി ശരിക്കും ഫുള്ളാണ് കേട്ടോ. ഇന്നും വേക്കൻ സീറ്റൊന്നുമില്ല. അത്യാവശ്യം നല്ല ആളുണ്ട് വണ്ടി. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആ നേത്രാവതിനെ ഓവർടേക്ക് അടിക്കുമെന്ന്. അത് മിക്കവാറും നമ്മൾ അതിൻ്റെ ബാക്കിൽ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ കാര്യമായ ട്രാക്ക് മെയിൻ്റനൻസ് പണി നടക്കുന്നുണ്ട്. വളരെ പയ്യാണ് പോകുന്നത്. നമ്മളിപ്പോൾ കണ്ണൂർ സൗത്ത് സ്റ്റേഷൻ കണ്ട് സ്കിപ്പ് ചെയ്യുന്നുള്ളൂ. കുറേ വർക്കേഴ്സൊക്കെ അവിടെ നിൽപ്പുണ്ട് ട്രാക്കിനവിടെ. കണ്ണൂർ വിട്ടാൽ പിന്നെ നമ്മുടെ അമൃതഭാരതിൻ്റെ അടുത്ത സ്റ്റോപ്പ് തലശ്ശേരിയാണ്. നമ്മളിപ്പോൾ കണ്ട് തലശ്ശേരി എത്തിക്കൊണ്ടിരിക്കുകയാണ്. 25 മിനിറ്റ് ലേറ്റായിട്ടാണ് ഇപ്പോൾ അമൃതഭാരത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഓഫ് നേത്രാവതി ഫ്രണ്ട് ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് പോകുന്നതുകൊണ്ട് ഈ വണ്ടി ഇപ്പം അരമണിക്കൂർ അടുപ്പിച്ച് ലേറ്റാണ്. തലശ്ശേരി ആകുമ്പോൾ വണ്ടി ഓൾമോസ്റ്റ് ഒരു 90% ഫുള്ളാകും കേട്ടോ. നല്ല ആൾക്കാർ ഇവിടെ നിന്ന് കയറാറുണ്ട്. കോഴിക്കോടെന്ന് പിന്നെ ഒന്നുകൂടെ ഫുള്ളാവും. പിന്നെ 100% ഒക്യുപ്പൻസി ആവും.
നമ്മളിപ്പോൾ വടകര സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ശരിക്കും ഈ വണ്ടിക്ക് അവർക്ക് സ്റ്റോപ്പ് കൊടുക്കായിരുന്നു. ഞാൻ ഈ സ്റ്റോപ്പ് വേണമെന്ന് പറയാൻ കാര്യം, ഇത് അങ്ങനത്തെ ഒരു വണ്ടിയാണ്. ഇത് സാധാരണക്കാർക്ക് പോകാൻ വേണ്ടി അങ്ങനത്തെ ഒരു ടൈപ്പ് വണ്ടിയാണ് അമൃത് ഭാരത് എന്ന് പറയുന്നത്. ഞാനെന്ന് പറഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റിന് ഇവിടെ സ്റ്റോപ്പ് കൊടുക്കാൻ പാടില്ല ആ ഒരു ടൈപ്പല്ല. ഇത് രണ്ട് കാറ്റഗറിയാണ്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു വല്ലാത്ത ടൈപ്പ് ഇവർ ടൈം ടേബിൾ കൊടുത്തുകൊണ്ട് ഒരു ആൾക്കാർക്ക് പല നെഗറ്റീവ് അഭിപ്രായമുണ്ട് ഈ ഒരു വണ്ടിയോട്, ഇതിന് ടൈം ടേബിളിനോട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയേ. ഞാനിപ്പോൾ കൊയിലാണ്ട് കഴിഞ്ഞപ്പോഴേക്കും വെറുതെ വേരിസ്മേ ട്രെയിൻ എടുത്ത് നോക്കിയപ്പോൾ നേത്രാവതി മറ്റേ പയ്യോളി കഴിഞ്ഞിട്ട് എവിടെ കണ്ട കിടക്കുക, തിക്കൊടി എവിടെ കണ്ട കിടക്കുക, അവിടെ വെച്ച് അമൃത ഭാരത് അതിനെ ഓവർടേക്ക് അടിച്ച് അടിപൊളി പോലെ. അപ്പോൾ നേത്രാവതിയിലെ അമൃത ഭാരത് ഓവർടേക്ക് അടിച്ച് ഇപ്പോൾ നമ്മൾ അടിച്ചു വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നേത്രാവതി ലേറ്റാണ്, 3 മണിക്കൂർ ലേറ്റാണ്. ഇതാണെങ്കിൽ കറക്റ്റ് ഷെഡ്യൂളിൽ പോകുന്ന വണ്ടിയാണ്. അപ്പം ഇതിനെ എന്തായാലും ഓൺ ടൈം അല്ലേ വിടത്തുള്ളൂ. അപ്പോൾ ഇതിനെ കയറ്റി വിട്ട് എന്തായാലും നന്നായി. ഇപ്പോൾ സീനില്ല, ഇനി വേഗം പൊക്കോളൂ. അങ്ങനെ അമൃത ഭാരത് എക്സ്പ്രസ് കണ്ട് കോഴിക്കോട് സ്റ്റേഷനിലേക്ക് കണ്ട് കയറാൻ പോവാണ്. വണ്ടി ഇപ്പോഴും അരമണിക്കൂർ ലേറ്റ് തന്നെയാണ്. ഈ ഷൊർണൂരൊക്കെ ആകുമ്പോഴേ ആ ടൈം ഒന്ന് കുറയത്തുള്ളൂ. 10:37 ഇവിടുത്തെ സമയം. ഇപ്പോൾ സമയം 11:05 കഴിഞ്ഞു. 11:10 ആവാറായി. നമ്മളങ്ങനെ കോഴിക്കോടെത്തി. ഇവിടെ ഏതോ ഒരു വണ്ടിയുടെ MT റേക്കാണല്ലോ കിടക്കുന്നത്. ഇത് ഏത് വണ്ടിയാ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. കൊല്ലം എന്ത് റേക്ക്, ഏതോ വണ്ടിയുടെ MT റേക്ക് കിടപ്പുണ്ടോ കേട്ടോ, ഒരു ജീനെ ലോക്കോ ആയിട്ട്. ഈ വണ്ടിയുടെ നമ്പർ അറിയില്ല. നാഗർകോവിൽ നിന്ന് മംഗലാപുരം വരെ വലിയ ഗുണമില്ലാത്ത ടൈമിങ്ങാണ്. പക്ഷേ തിരിച്ചു പോകുന്ന അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടൈമിങ്ങാണ്. ഡേ ടൈമിൽ പോകേണ്ടവർക്കൊക്കെ നല്ലൊരു റിലീഫാണ് ഈ ഒരു വണ്ടി. പക്ഷേ വെനസ്ഡേ മാത്രമേ ഉള്ളൂ. ഇതൊരു ആഴ്ച 2 ദിവസം ആക്കുകയാണെങ്കിൽ കൊള്ളായിരിക്കും. ഇത് പൊളിച്ചു കേട്ടോ. 11:08 ആയപ്പോഴേക്കും കോഴിക്കോട് വന്നു. 11:12 ആയപ്പോഴേക്കും ഇവിടെ നിന്ന് വിട്ട്. വെറും 4 മിനിറ്റ് ആയിട്ടുള്ള അറിയോ. അതെന്തായാലും പൊളിച്ച്. സാറിന് കുറേ നേരമൊക്കെ കിടക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഷൊർണൂരായിരിക്കും ക്രൂസ് ചെയ്ത് മിക്കവാറും. കണ്ടോ നിങ്ങൾ, വന്ദേ ഭാരതും അമൃത ഭാരതും കൂടെ മീറ്റ് ചെയ്യുന്നുണ്ടാവും. പൊളിച്ചല്ലേ, നല്ല അടിപൊളി 2 കോംബോ. വന്ദേ ഭാരത് അമൃത ഭാരത്. കോഴിക്കോട് നിന്ന് അമൃത ഭാരത് പുറപ്പെടുന്നു, കോഴിക്കോടിലേക്ക് തന്നെ വന്ദേ ഭാരത് കയറുന്നു. നമ്മളിപ്പോൾ തിരൂരെത്താറായി. അപ്പോൾ തൊട്ട് മുന്നിൽ മറ്റേ മംഗലാപുരം ചെന്നൈക്മോർ എക്സ്പ്രസ് പോകുന്നുണ്ട്. അപ്പോൾ അത് ഉള്ളത് കൊണ്ട് ഇത് പിന്നെയും ഇപ്പോൾ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഷൊർണൂരിന് മുമ്പ് നമ്മളെ കയറ്റി വിടുമെന്ന് തോന്നുന്നു. കാരണം ടൈമിംഗ് അനുസരിച്ച് നമ്മളാണ് ആദ്യം ചെല്ലേണ്ടത്. അറിയത്തില്ല ഇനി ടൂർട്ടോ അതോ ഇനിയിപ്പോൾ തിരുനാവായ അല്ലെങ്കിൽ കുറ്റിപ്പുറം വെച്ചാൽ എവിടെയെങ്കിലും ഓവർടേക്ക് കൊടുക്കുമായിരിക്കും. നോക്കാം. എന്തായാലും നമ്മളിപ്പോൾ തിരൂരെത്താറായി. തിരൂരെത്തുന്നത് ഒരു അരമണിക്കൂർ ലേറ്റായിട്ടാണ്. ലേറ്റ് ഇതുവരെയായിട്ടും കുറഞ്ഞിട്ടില്ല. മിക്കവാറും ഇനി ഷൊർണൂരൊക്കെ ആവാറാകുമ്പോഴേ ആ ലേറ്റ് കുറയത്തുള്ളൂ. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1633 നമ്മുടെ അമൃത ഭാരത് അങ്ങനെ തിരുനാവായ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറ്റിപ്പുറം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മംഗലാപുരം ചെന്നൈക്മോർ എക്സ്പ്രസ് ബിഫോർ ടൈം അടിച്ച് കുറ്റിപ്പുറത്ത് കിടപ്പുണ്ട്.
അപ്പോൾ അതിനെ എന്തായാലും ഇവിടെ വെച്ച് ഓവർടേക്ക് കൊടുക്കുമായിരിക്കും, നമുക്ക് നോക്കാം. അപ്പോൾ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിനെ നമ്മൾ കുറ്റിപ്പുറത്ത് വെച്ച് ഇപ്പോൾ ഓവർടേക്ക് അടിക്കും. അപ്പോൾ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചോ കേട്ടോ. നമ്മുടെ അമൃത് ഭാരത് അങ്ങനെ മംഗലാപുരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിനെ ഓവർടേക്ക് അടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് നമ്മൾ 3 വണ്ടിനെ ഓവർടേക്ക് അടിച്ചു. ഏറനാടിനെ, നേത്രാവതിനെ, ഇപ്പോൾ ഈ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിനെ, അങ്ങനെ 3 എണ്ണത്തിനെ ഓവർടേക്ക് അടിച്ചിരിക്കുകയാണ്. ഈ വണ്ടി കിടിലൻ റണ്ണാണ്, നിങ്ങൾ ധൈര്യം എടുക്കുമായിരിക്കും. ബുധനാഴ്ച മാത്രമേ ഈ വണ്ടിയുള്ളൂ, മംഗലാപുരത്ത് നാഗർകോവിൽ പോകുന്ന അമൃത് ഭാരത് എക്സ്പ്രസ്. ഇത് നാഗർകോവിൽ എടുക്കുന്നത് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച രാവിലെ 10:40 ഇത് എടുക്കുന്നത്. ആ വണ്ടിയുടെ റണ്ണിങ് അത്ര പോരാ, പക്ഷേ ഈ വണ്ടി കിടിലമാണ്. മംഗലാപുരം നാഗർകോവിൽ കിടിലമാണ്, ധൈര്യം എടുക്കുമായിരിക്കും. നമ്മുടെ അമൃത ഭാരതിൻ്റെ 110 കത്തിക്കൽ ഇപ്പനിക്കും നമ്മളങ്ങനെ ഷൊർണൂർ എത്താറായി. ഇനി ഇവിടെ നിന്ന് ഉരുട്ടലടിക്കുക 80 എത്രയും നേരം അടിച്ച് വിട്ട് നല്ല സൂപ്പർ റണ്ണായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇനി എന്താണോ എന്തോ കണ്ടറിയാം. അരമണിക്കൂർ ലേറ്റ് ആയിരുന്നു നമ്മുടെ അമൃത ഭാരത്. ഇപ്പോൾ അതുകൊണ്ട് 3 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചുകൊണ്ട് ഷൊർണൂർ ജംഗ്ഷനിലേക്ക് കയറാൻ പോവാം. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ട്, നിങ്ങൾ കണ്ടോ? പുറകിൽ ഒരു ട്രെയിൻ മാനേജർ ചേച്ചിയും പിന്നെ ഒരു അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് നിൽക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ ലോക്കോയ്ക്കകത്ത് ആ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് കയറും, പിന്നെ ട്രെയിൻ മാനേജർ മാറും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ട്രിവാൻഡ്രം ഡിവിഷൻ്റെ ക്രൂ ആയിരിക്കും കയറുന്നത്. നമ്മുടെ വേനാട് എക്സ്പ്രസ് ആയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വന്ന് കയറാൻ വേണ്ടി ആയിരിക്കും ഇവിടെ പിടിച്ചിട്ടത്. 12:35 ഇപ്പോൾ സമയം. ഇവിടുന്ന് 12:30 വീടുമായിരിക്കും ഇപ്പോൾ തന്നെ. നമ്മൾ ഓവർടേക്ക് അടിച്ച മറ്റേ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കണ്ട് ഇവിടെ അപ്പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ അത് ഏതാ 4 തോന്നുന്നു. 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ അമൃത് ഭാരത് കണ്ട് ഷൊർണൂർന്ന് വിടാൻ പോകട്ടോ. വേനാട് വന്ന് കയറാൻ വേണ്ടിയാണ് ഇവിടെ പിടിച്ചിട്ടത്. അപ്പം 7 മിനിറ്റ് ലേറ്റ് ആയിട്ട് കണ്ട് ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസ്. അങ്ങനെ പാലക്കാട് ഡിവിഷനിൽ നിന്നും ഇനിയിപ്പം ട്രിവാൻഡ്രം ഡിവിഷനിൽ കയറും. അമൃത് ഭാരത് എക്സ്പ്രസ് അങ്ങനെ ഉണ്ട് ഭാരതപ്പുഴ കടന്ന് ട്രിവാൻഡ്രം ഡിവിഷനിലേക്ക് കയറാൻ പോകട്ടോ. നമ്മുടെ ഈ ഷൊർണൂർ എറണാകുളം സെക്ഷനിൽ ഈ ഓട്ടോമാറ്റിക് സിഗ്നൽ വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പണി നടക്കുന്ന നമുക്ക് ഇടയ്ക്ക് കാണാൻ പറ്റും. ഓട്ടോമാറ്റിക് സിഗ്നലിങ് വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം വണ്ടികളെല്ലാം വാലേ പോകും, വേഗം പോകും, എങ്ങും പിടിച്ചെടുത്തില്ല. ഈ ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിൻ്റെ ഗുണം അതാണ്. ഈ ഏറ്റവും തിരക്കുള്ള സെക്ഷനിലൊക്കെ ഈ ഓട്ടോമാറ്റിക് സിഗ്നലിംഗാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങൊക്കെ സെറ്റായാൽ പിന്നെ അടിപൊളിയായിരിക്കും. പിന്നെ ട്രെയിൻ ലേറ്റ് ആവുന്നതൊക്കെ കുറച്ചെങ്കിലും കുറയും. നമ്മളിപ്പോൾ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. അപ്പോൾ അതാണ്ട് രത്തിസാഗർ എക്സ്പ്രസ് കണ്ട് എടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മുടെ ഗോരഖ്പൂർ വന്ന രത്തിസാഗർ. നമ്മളിപ്പോൾ തൃശ്ശൂർ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ സമയം 1:30 ആവാറായി. ഒരു 5 മിനിറ്റ് കൊണ്ട് 1:30 ആവും. ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഈ അമൃത ഭാരത് ഇപ്പോൾ ഓടുന്നത്. അവിടെ ഇവിടെയൊക്കെ പിടിക്കുന്നുണ്ട്, എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ട്.
അതാണ്ട് ഇപ്പുറത്ത് ഒരു വണ്ടി വന്നതാണ്. ഇത് നമ്മുടെ എറണാകുളം ബിലാസ്പൂർ സൂപ്പർ ഫാസ്റ്റാണ്. ഈ വണ്ടി ഓൺ ടൈമിന് ഓടിയിട്ട് ഇപ്പോൾ ഏകദേശം 6 മാസം കഴിഞ്ഞു. കാരണം ഇത് എല്ലാ ദിവസവും റീഷെഡ്യൂൾഡാണ്, 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ. പക്ഷേ ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു 3-4 മണിക്കൂറൊക്കെ റീഷെഡ്യൂൾഡ് ആയതേ ഉള്ളൂ. അത് ഇതിൻ്റെ റേറ്റ് ഷെയറിങ് വണ്ടിയുണ്ട്, ഒരു ബക്സർ ബിലാസ്പൂർ എന്ന് പറഞ്ഞിട്ട് ബീഹാർ പോകുന്നത്. ആ വണ്ടി ലേറ്റ് ആവുന്നതുകൊണ്ട് ഈ വണ്ടി ലേറ്റ് ആവുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റേറ്റ് ഷെയറിങ് ഉള്ളതുകൊണ്ട് ലേറ്റായി ഇത് ഏതൊരു നമ്മൾ ക്യാൻസലാക്കിയാൽ ഓൺ ടൈം ആവും, അത് ചെയ്യത്തില്ല. എല്ലാം ലേറ്റായി ഇപ്പം ഈ വണ്ടി ഓൺ ടൈം ഓടിയിട്ട് കാലങ്ങളായി. ഇപ്പം ഇന്ന് 3 മണിക്കൂർ അങ്ങോട്ട് റീഷെഡ്യൂൾഡായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഈ അമൃത ഭാരത് അവിടെ ഇവിടെ ഒന്നും അധികം നേരമൊന്നും പിടിച്ചെടുന്നില്ല, വേഗം എടുക്കുന്നുണ്ട്. അതിൻ്റെ വലിയ ഭാഗ്യം കേട്ടോ. നമ്മളിപ്പോൾ തൃശ്ശൂരിനടുത്ത്, ഇനിയിപ്പം ആലുവ, അത് കഴിഞ്ഞിട്ട് എറണാകുളം ടൗണ്. ഈ അമൃത ഭാരത് തന്നെ 2 ടൈപ്പ് അമൃത ഭാരത് ഉണ്ട് കേട്ടോ. അമൃത ഭാരത് സൂപ്പർ ഫാസ്റ്റും ഉണ്ട്, അമൃത് ഭാരത് എക്സ്പ്രസ്സും ഉണ്ട്. നമ്മുടെ ഇവിടെ ഓടുന്നത് അമൃത് ഭാരത് എക്സ്പ്രസ് ആണ്. നാഗർകോവിൽ ന്യൂ ജൽപൈഗുഡി ഒരു അമൃത ഭാരത് ഈയിടെ തുടങ്ങിയില്ല, അത് അമൃത് ഭാരത് സൂപ്പർ ഫാസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ ചർലപ്പള്ളി കൊച്ചുകളിയും പിന്നെ താമ്പരവും ഈ നാഗർകോവിൽ മംഗലാപുരം അമൃത് ഭാരത് എക്സ്പ്രസ് ആണ്. പക്ഷേ ന്യൂ ജൽപൈഗുഡി നാഗർകോവിൽ അതൊക്കെ അമൃത് ഭാരത് സൂപ്പർ ഫാസ്റ്റാണ്. അങ്ങനെ അമൃത് ഭാരതിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്, അമൃത് ഭാരത് എക്സ്പ്രസ്സും സൂപ്പർ ഫാസ്റ്റും. സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ പൈസ കൂടും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അതിനെനിക്ക് തോന്നുന്നു സൂപ്പർ ഫാസ്റ്റിൻ്റെ ആ ഒരു ഇതായിരിക്കും, ആവറേജ് സ്പീഡ് 55 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ ബുധനാഴ്ച ഇവിടുന്ന് ഈ മംഗലാപുരം നാഗർകോവിൽ അമൃത ഭാരതിൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടിയുമില്ല, ആകെ ഏറനാട് മാത്രമേ ഉള്ളൂ എഫക്റ്റീവ്ലി നോക്കിയാൽ. പിന്നെ മറ്റേ മംഗലാപുരം ചെന്നൈക്മൂറും, അതിൻ്റെ രണ്ടിനും ഇത് കയറി ഓട്ടക്കടിക്കും. പിന്നെ ഇന്ന് നേത്രാവതി ലേറ്റ് ആയിട്ട് വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് മുന്നേ കയറി പോവും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വേറെ ഒന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഇത് സുഖമായിട്ടും കയറി വരും. അപ്പോൾ അതുകൊണ്ട് സീനില്ല. എന്തായാലും നല്ല ടൈമിംഗ് ആണ് ഇങ്ങോട്ട് വരാനത്, പക്ഷേ അങ്ങോട്ട് പോകാനത്തെ ടൈമിംഗ് ഭയങ്കര മോശമാണ്, ഞാൻ അതാദ്യം പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ഇപ്പോൾ ഇതിൽ ഫുഡൊന്നും നമുക്ക് കിട്ടത്തില്ല. അതിനകത്ത് പാൻട്രിക്കാർ ഉണ്ടെങ്കിലും അതിനകത്ത് ഒറ്റ മനുഷ്യന്മാരില്ലായിരുന്നു നമ്മൾ കയറിയപ്പോൾ, ഇപ്പോഴും ആരുമില്ല. അപ്പോൾ പാൻട്രിയിൽ ഫുഡ് അവൈലബിൾ അല്ല. അതിനി എപ്പോൾ റെഡിയാവുമെന്ന് അറിയത്തില്ല, ഉടനെ റെഡിയാവുമായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കാറ്ററിംഗ് ടീമിൻ്റെ എന്തെങ്കിലും ആൾക്കാരുടെ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഈ അമൃത ഭാരതിന് ജനറൽ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ റെയിൽ വണ്ടിയിൽ അമൃത് ഭാരത് എന്ന കാറ്റഗറി ഉണ്ട്, അത് നോക്കി വേണം എടുക്കാൻ. അല്ലാണ്ട് സാധാരണ നോർമൽ എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് ഒന്നും ഇതിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കുകയാണെങ്കിലും അവരോട് പ്രത്യേകിച്ച് പറയണം അമൃത ഭാരതിനാണെന്ന് പറഞ്ഞിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവർ വേറെ നോർമൽ എക്സ്പ്രസിൻ്റെയോ സൂപ്പർ ഫാസ്റ്റിൻ്റെയോ എടുത്തു തരും, അതിനകത്ത് അക്സെപ്റ്റബിൾ ആയിരിക്കത്തില്ല. അമൃത് ഭാരത് എക്സ്പ്രസ്സിൽ ഇതിൻ്റെ ടൈപ്പ് ടിക്കറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. സൂപ്പർ ഫാസ്റ്റെന്നോ എക്സ്പ്രസ്സൊന്നോ അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല, ഓൺലി അമൃത് ഭാരത് ടിക്കറ്റ്സ് മാത്രം. അപ്പോൾ അത് ടിക്കറ്റ് എടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം. റെയിൽ വണ്ടിയിലാണെങ്കിലും കൗണ്ടറിൽ പോയാണെങ്കിലും ഇന്ന വണ്ടി എന്ന് പറഞ്ഞിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് കണ്ട് ആലുവയിൽ നിന്നും പുറപ്പെടുകയാണ്. നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസ് കണ്ട് ഇവിടെ ആലുവയിലേക്ക് കയറുക. നമ്മളങ്ങനെ എറണാകുളം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ലേറ്റേ ഉള്ളൂ നമ്മുടെ വണ്ടി. ഇപ്പോൾ ഒരു വണ്ടി മുന്നിലില്ലാത്തതുകൊണ്ട് അടിച്ച് വിട്ടാണ് ഈ സാധനം പോകുന്നത്. നമ്മളിപ്പോൾ കളമശ്ശേരി സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ എറണാകുളം എത്തും. വണ്ടി ഫുള്ളാണ്, അത് വേറെ കാര്യം. വണ്ടി ഫുള്ളാണ്. ജനറലൊക്കെ നല്ല തിരക്കുണ്ട്. ജനറലിൽ നിന്ന് ആൾക്കാർ സ്ലീപ്പറിൽ വരുന്നുണ്ട്, ടി എന്നിട്ട് ഓടിച്ച് വിടുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇന്ന് ഇത് ആദ്യമായിട്ടല്ല ഓടുന്നത്. അപ്പോൾ അറിയാത്ത ആൾക്കാരൊക്കെ കയറിയിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ നോർമൽ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് അമൃത് ഭാരത് ടിക്കറ്റ് അല്ല എടുത്തത്, നോർമൽ ഓർഡിനറി മീൻസ് എക്സ്പ്രസ് ടിക്കറ്റ് എടുത്തിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അറിയത്തില്ലായിരുന്നു. അവർ പറഞ്ഞു ലാസ്റ്റ് ആലുവ ഇറങ്ങിയിട്ട് വേറെ ട്രെയിനിൽ മാറി കയറണം എന്നൊക്കെ പറഞ്ഞു. പലർക്കും അറിയത്തില്ലല്ലോ, അപ്പോൾ ഓരോരുത്തരൊക്കെ അറിഞ്ഞ് വരുന്നേ ഉള്ളൂ.
അങ്ങനെ 15 മിനിറ്റ് ലേറ്റോട് കൂടി നമ്മൾ എറണാകുളം ടൗണിലേക്ക് വന്ന് കയറുകയാണ്. നല്ല കിടില റണ്ണായിരുന്നു. അങ്ങനെ അവൾ മംഗലാപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 6.25 മണിക്കൂർ എടുത്ത് നമ്മൾ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അമൃത ഭാരതി ഇവിടെ വന്ന് ഒരു 5 മിനിറ്റ് ഇട്ടു. 5 മിനിറ്റ് ഇട്ട ശേഷം തന്നെ വണ്ടി ഇപ്പോൾ വീണ്ടും എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ കോട്ടയം വഴി ഈ സാധനം ഇനി ട്രിവാൻഡ്രത്തേക്ക് പോകും. കോട്ടയം വഴി കയറുമ്പോഴാണ് കോമഡി. ഇഷ്ടംപോലെ സ്റ്റോപ്പാണ്. കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, കരുനാഗപ്പള്ളി അങ്ങനെ കിടക്കുകയാണ്. ഇത് പോകുന്നൊരു വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വെച്ചാൽ അതാണ് ഇവിടെ ഇരിക്കണേ. ബാക്കിലത്തെ ലോക്കോയും കൂടെ കാണിക്കാമല്ലോ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യാത്രയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. എനിക്കറിയാം ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി. ഇത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ആ ഒരു കണ്ടൻറ്റ് ആ ഒരു ഫുൾ വീഡിയോയിലുണ്ട്. അതുകൊണ്ടാണ് കട്ട് ചെയ്ത ആ ഒരു ഫ്ലോ അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് 2 ആയിട്ട് പോസ്റ്റ് ചെയ്യാനത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു കിടിലൻ യാത്രാ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. നെക്സ്റ്റ് ദിവസം കാണാം. ബൈ.